Welcome to Professor P.C. Thomas Classes and Chaithanya Classes. 2026 JEE Main first exam കഴിഞ്ഞിരിക്കുകയാണ്. January 21st 9 to 12 first session shift 1 കഴിഞ്ഞു. അപ്പോൾ shift 1 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ അധ്യാപകർ മാറി വന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന സ്ലോട്ടുകളിൽ ഇനി വരുന്ന ഷിഫ്റ്റുകളിൽ വരുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് എല്ലാ സബ്ജക്റ്റും ഞങ്ങളെല്ലാവരും മാറി ക്വസ്റ്റ്യൻസ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സിൽ 1-2 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നോക്കൂ, മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത് മെട്രിക്സിൽ നിന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് എ 2x2 മെട്രിക്സ്. ബി എന്ന് പറഞ്ഞ് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് അനദർ 2x2 മെട്രിക്സ്. ഇൻ ടൈംസ് ഓഫ് എ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇൻ ടൈംസ് ഓഫ് ബി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ ക്യൂബ് ബി ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ ആൽഫ കിട്ടണം, ബീറ്റ കിട്ടണം. ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 2 ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വന്നാൽ നിങ്ങൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ മെട്രിക്സ് എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ എ മൈനസ് ലാംഡ എന്ന് വെച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എ സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽസ്. സം ഓഫ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ആൽഫ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻറ്റ് 2 ആൽഫ മൈനസ് 2 into I is equal to 0. A square minus sum of diagonals plus determinant to I is equal to 0. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ we get, ഇത് രണ്ടോടെ കമ്പയർ ചെയ്യൂ, നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ആൽഫ സീക്കൽ ടു 4 എന്നും ആൽഫ സീക്കൽ ടു 2 എന്നും കിട്ടി. ആൽഫ അവിടെ കിട്ടി. അതുപോലെ തന്നെ അടുത്ത മെട്രിക്സിലും ഈ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യൂ. ബി സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽസ്. സം ഓഫ് ഡയഗണൽസ് 2 ആണ്, അതിനകത്ത് ബീറ്റ വരുന്നില്ല, കുഴപ്പമില്ല. പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി. ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ. 1 മൈനസ് ബീറ്റ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 1 മൈനസ് ബീറ്റയാണ്. സോ 1 ഈക്വൽ ടു 1 മൈനസ് ബീറ്റ എന്നും ബീറ്റ ഈക്വൽ ടു 0 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. ഇനി ആ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 2 1 2. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 2 1 2. ദെൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 പ്ലസ് 2 6. ശരിയല്ലേ? 2 4 പ്ലസ് 2 6. നെക്സ്റ്റ് 4 പ്ലസ് 4 8. നെക്സ്റ്റ് 2 പ്ലസ് 2 4. Next 2 plus 4 6. Then a cube. a cube എന്ന് പറയുമ്പോൾ a ഇൻറ്റു എ സ്ക്വയർ 6 8. വേണമെങ്കിൽ ഒരു 2 ഔട്ട്സൈഡ് എടുത്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പം കിട്ടൂലേ. 2 ഇൻറ്റു 3 4. then 2 3 ഇൻറ്റു 2 2 1 2. മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 6 പ്ലസ് 4 10. ദെൻ 6 പ്ലസ് 8 14. ദെൻ 4 പ്ലസ് 3 7. ദെൻ 4 പ്ലസ് 6 10 അല്ലേ? 4 പ്ലസ് 6 10 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 20. then 28 14 20. this is a cube. similar way we find b cube. b square evaluate ചെയ്താൽ ബീറ്റ നമുക്ക് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 1 1 0 1 ഇൻറ്റു 1 1 0 1. മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുന്നു. then 1 2 വരും. 0 0 0 1. ബി ക്യൂബ്. ഇത് ഡയഗണൽ 1 ആയിട്ട് മറ്റത് 3 വരും. ആ ഫോമിൽ അങ്ങ് പോവുള്ളൂ. 1 2 0 1 ഇൻറ്റു 1 1 0 1 വിച്ച് ഈസ് ഈക്വൽ ടു ദെൻ 1 നെക്സ്റ്റ് 3 വരും. 1
2 3 ഇത് 0 വരും അല്ലേ 0 0 നെക്സ്റ്റ് 1 ദിസ് ഈസ് ബി ക്യൂബ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എ ക്യൂബ് ഇതാണ് ബി ക്യൂബ് സബ്ട്രാക്ട് ചെയ്യുന്നു 20 മൈനസ് 1 19 28 മൈനസ് 3 ഇറ്റ് ഈസ് 25 then 14 minus 0 14 20 minus 1 19 okay determinant of edge of this edge of determinant എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഡ്ജയുടെ ഡിറ്റർമിനന്റ് is equal to determinant a raised to n minus 1 ഇവിടെ ഓർഡർ 2 ആണ് അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 19 into 19 minus 14 into 25 the whole raised to 1 വരും ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി 19 into 19 minus 14 into 25 സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 11 കിട്ടും ഓക്കെ സിംപ്ലിഫൈ ചെയ്ത് എടുത്തോളൂ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1 വരും ഇവിടെ ഓർഡർ 2 ആണ് 2 മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 1 എന്ന് വരും ഓക്കെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് y ഓഫ് എക്സ് തന്നിട്ടുണ്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ഇത് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ വേരിയബിൾ സെപ്പറബിൾ 1 പ്ലസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ദ എൻറ്റയർ ഇക്വേഷൻ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വി ഗെറ്റ് ഡി വൈ പ്ലസ് 1 by 1 plus x square minus tan inverse x by 1 plus x square into dx equal to 0. Okay, variable separable form. Complete 1 plus x square on divide ചെയ്തു. We integrate this. Integration of dy become y plus 1 by 1 plus x square integral it become tan inverse x minus tan inverse x by 1 plus x square അതായത് tan inverse x ന്റെ ഡെറിവേറ്റീവ് ആയി കിടക്കുന്നത് 1 by 1 plus x square so its integral become tan inverse x the whole square by 2 plus c is equal to 0 then അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ y of 0 equal to 1 എന്നാണ് അതായത് x ന് 0 എന്നും y ക്ക് 1 എന്നും കൊടുക്കുക x equal to 0 and y is equal to 1 x ന് 0 എന്നും y ക്ക് 1 ഉം കൊടുത്താൽ 1 tan inverse 0 0 minus 0 അല്ലേ x ന് 0 plus c y ഡിവൈഡ് ഇൻ്റഗ്രൽ y വരുന്നു 1 by 1 plus x square 1 by 1 plus x square tan inverse x y of 0 plus c tan inverse x ന് 0 കൊടുക്കുന്നു plus c is equal to 0 so c is equal to 1 എന്ന് കിട്ടുന്നു അല്ലേ x ന് 0 y ക്ക് 1 yes. c is equal to minus 1 that implies ഒരു സെക്കൻഡ് y is equal to ഇത് റൈറ്റിലേക്ക് വന്നാലും പ്ലസ് c is equal to 1 or minus 1 c equal to c എന്ന് കൊടുത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല c equal to c 0 minus 0 c equal to c that implies c is equal to 1 ഇനി നമ്മുടെ ഇക്വേഷനിൽ y of 1 ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് x ന് 1 കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇതെല്ലാം റൈറ്റിലേക്ക് പോയാൽ y is equal to അല്ലെങ്കിൽ y plus tan inverse 1 y plus x ന് 1 കൊടുത്താൽ tan inverse pi by 4 tan inverse 1 is pi by 4 minus ഇത് pi by 4 the whole square by 2 equal to 1 എന്ന് വരുന്നു അല്ലേ that implies y is equal to c is equal to 1 കിട്ടി y is equal to ഇത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 1 അവിടെ ഉണ്ടാവും പിന്നെ ഇത് പൈ സ്ക്വയർ ബൈ 16 by 2 വരുമ്പോൾ പൈ സ്ക്വയർ ബൈ 32 വരും അത് റൈറ്റ് സ്ക്വയറിൽ ഉണ്ടാവും
പൈ സ്ക്വയർ ബൈ 32 വരും. പിന്നെ പൈ ബൈ 4 റൈറ്റിലേക്ക് പോയാൽ മൈനസ് പൈ ബൈ 4 വരും അല്ലേ. 1 പ്ലസ് പൈ സ്ക്വയർ ബൈ 32 മൈനസ് പൈ ബൈ 4. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ മെട്രിസസ്, മറ്റൊരു ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത സാർ എത്തും. ഓക്കെ, താങ്ക് യു.
Now, good evening, my students. We start with our physics session. Few questions from physics. Now, the question is there on the board. A rod of mass m and length L is attached to two ideal strings. Find the tension if left string is just after string is cut. Immediately after when the string is cut, what is the... Now, earlier situation is this one. When we cut the string, we are going to draw the picture like this. This is our rod. Gravity force is there, mg. And this is L by 2. And here, the tension. Now, at this instant, now the torque due to this gravity force, mg, into L by 2, is the torque, mechanical torque generated by the gravity force, and that is equal to I alpha. For I is the moment of inertia of this rod about 1 n, that is equal to m L squared by 3 into alpha. From this is cancelled out, 1 L is cancelled out. From this alpha is equal to 3g by 2L. Angular acceleration from this linear acceleration A is equal to at that instant is equal to R alpha L by 2 into alpha is equal to L by 2 into 3g by 2L. It will cancel out, is equal to 3 by 4g. Now at this instant when the string is cut, apply the Newton law, net force cos the acceleration is equal to mg minus t is equal to ma. From this t is equal to mg minus ma. Mg minus m into 3 by 4g is equal to 1/4 mg. Now this is our answer, and 1/4 mg, that is option 2. The correct option is equal to this one. Go to our next question. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ പോകാം? നെക്സ്റ്റ് വൺ. Now here the circuit can be redrawn. Here we can say the OR is coupled with a NOT gate. Therefore it's an OR gate. Therefore this can be redrawn like this. This is now an OR gate. So this is our C. Now this is drawn like this. Now you can either use, this is A, also A bar, B, here B bar, and output C is A bar or B bar. That's okay. A bar or B bar. This is our answer. And what is the output? That's okay. And the output is, if you can see, instead this can be written as A, B bar. That is an AND gate. If no, by De Morgan theorem, we can say that complement of the product is equal to sum of the complement. So this is the answer for this, and therefore this is an AND gate. Instead you can go for inputs. If you see A is equal to 0, B is equal to 0, then 1, 1, and the output is equal to 1. If A is equal to 0, B is equal to 1, output is 1. If A is equal to 1, B is equal to 0, output is 1. Whereas A is equal to 1, B is equal to 1, 0, 0, output is 0. And you can say that this is the truth table for a NAND gate. So the option is again
and gate. This is by De Morgan and this is by our truth table concept. Okay. Our next question. Find the dimension A by B if equation is given, where P is the pressure it is set, and P A T square by B is added with the P, and P is not mentioned here. We have to assume that it is type definitely. And half rho V bar square is the energy density. The energy density. Energy density has got dimension same as that of pressure. That means this is the dimension formula for pressure. This one carry. And this one also carry definitely because A by B T square is added with the P. And the dimension formula of A by B T square is same as dimension formula of P equal to M L minus 1 T minus 2. From this dimension formula of A by B equal to M L T minus 1 T minus 2 into T square by T square. Equal to M L minus 1 T minus 4. And you can see the answer is equal to M L minus 1 T minus 4. M L minus 1 T minus 4 option is equal to 2. So okay. Okay. കഴിഞ്ഞോ? ഹലോ, നമ്മൾ മാത്സ് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മാത്സിൽ. ഇത് വളരെ സിമ്പിളാണ്. ഇത് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എല്ലാവരും
ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കൊസിക് 10 മൈനസ് √3 sec 10 എല്ലാ ബുക്കിലും കാണാം. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചോദിക്കണം. 1 ബൈ കൊസിക് 10 എന്താണ്? 1 ബൈ സൈൻ 10 ഡിഗ്രി മൈനസ് √3 ഡിവൈഡഡ് ബൈ sec 10 is cos 10 ഡിഗ്രി. ഇത് കോമൺ ടേം എടുക്കാം, കോമൺ LC എടുക്കാം. ഇത് സൈൻ 10 cos 10, സൈൻ 10 ഡിഗ്രി cos 10 ഡിഗ്രി. ഇനി മുകളിൽ LC എടുക്കുമ്പം ഇറ്റ് ഈസ് കോസ് 10 ഡിഗ്രി മൈനസ് √3 സൈൻ 10 ഡിഗ്രി. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഇവിടെ ഒരു 1/2 വയ്ക്കാം, ഇവിടെ ഒരു 1/2 വയ്ക്കാം. ആ 2 അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 2 എഴുതാം, ഇവിടെ ഒരു 2 എഴുതാം. എല്ലാം റെഡിയായി. സിമ്പിളാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? താഴെ എന്താ വരിക? 2 സൈൻ 10 cos 10 ഇത് സൈൻ 20 ഡിഗ്രീസ് അല്ലേ? സൈൻ 2 തീറ്റ അല്ലേ? സൈൻ 2 തീറ്റ അല്ലേ? 2 സൈൻ തീറ്റ cos തീറ്റ. അപ്പം സൈൻ 10 2 സൈൻ 10 cos സൈൻ 20 ഡിഗ്രീസ്. പിന്നെ 4 ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾ ഈ 1/2 പകരം എന്ത് എഴുതാം? സൈൻ 60 ഡിഗ്രി വയ്ക്കാം, സൈൻ 30 ഡിഗ്രി വയ്ക്കാം. ഇത് കോസ് 30 ഡിഗ്രി വയ്ക്കാം. അപ്പോൾ ആക്ച്വലി ഇതെന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ് അല്ലേ? അപ്പോൾ ദിസ് ഇസ് സൈൻ എ മൈനസ് ബി, എ മൈനസ് ബി. ഇത് സൈൻ 20 ഡിഗ്രിയാണ്. ഈ സൈൻ 20 ഡിഗ്രിയും സൈൻ 20 ഡിഗ്രിയും വെട്ടിപ്പോവും. ആൻസർ ഇസ് 4. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, 0 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. ഓക്കെ, ഇനി അതേപോലെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ സം ഓഫ് ദ റൂട്ട്സ് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് അല്ല മൈനസ് 5 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 പ്ലസ് 6 ഈക്വൽ ടു 0. ഇതും വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് ക്വാഡ്രാറ്റിക്കിൽ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എക്സ്പ്രഷൻസിൽ വരുന്നതാണ്. Sum of the roots, sum of all the roots of the equation, എല്ലാ റൂട്ട്സും. അപ്പോൾ ഇത് എക്സ് മൈനസ് 1 സ്ക്വയർ ആയതുകൊണ്ട് ഇത് വെറും എക്സ് മൈനസ് 1 തന്നെയാണ്. കാരണം മോഡ് എക്സ് സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് മോഡ് എക്സ് മൈനസ് 1 ടി കൊടുത്താൽ, മോഡ് എക്സ് മൈനസ് 1 ടി കൊടുത്താൽ നമുക്ക് പറയാം ടി സ്ക്വയർ മൈനസ് 5t പ്ലസ് 6 0 ആണ്. ഇത് ടി മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 2 ഈക്വൽ 0 ആണ്. അപ്പോൾ ടിയുടെ വാല്യൂ 3 ആവാം, അല്ലെങ്കിൽ ടിയുടെ വാല്യൂ 2 ആവാം അല്ലേ? അപ്പോൾ ടിയുടെ വാല്യൂ 3 ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 3 ആവും. അതേപോലെ മോഡ് എക്സ് മൈനസ് 1 2 ആവും. മോഡ് എക്സ് മൈനസ് 1 3 ആണെങ്കിൽ എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3 ആവും. ഇറ്റ് ക്യാൻ ബി പ്ലസ് 3 ഓർ മൈനസ് 3. ഇവിടെയോ എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ എന്താവാം? പ്ലസ് 2 ആവാം, അല്ലെങ്കിൽ മൈനസ് 2 ആവാം. ഇതും അതെ വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ കുറേ സൊല്യൂഷൻസ് കിട്ടും. ഏതൊക്കെയാണ് സൊല്യൂഷൻസ്? എക്സ് മൈനസ് 1 3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവും? 4 ആവാം. പിന്നെയോ എക്സ് മൈനസ് 1 മൈനസ് 2 ആണെങ്കിൽ വാല്യൂ മൈനസ് 2 ആവാം. ഇവിടെയോ എക്സിൻ്റെ വാല്യൂ എന്താവാം? 3 ആവാം, മൈനസ് 1 ആവാം അല്ലേ? മൈനസ് 2 മൈനസ് 1 മൈനസ് 2 പ്ലസ് 1 ഇസ് മൈനസ് 1. എല്ലാം കൂടി കൂട്ടാം. സം ഓഫ് ദ റൂട്ട്സ് എന്താ? 4 പ്ലസ് മൈനസ് 2 പ്ലസ് 3 പ്ലസ് മൈനസ് 1. വളരെ സിമ്പിൾ ചോദ്യമാണ്. 7 മൈനസ് 3 4. ആൻസർ ഇസ് 4. 4 ഇസ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ചോദ്യം ചെയ്തു. വിൽ ഡിസ്കസ് വൺ മോർ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 2 ലൈൻസ് ഉണ്ട്. ഇങ്ങനെയാണ് 2 ലൈൻസ് തന്നിട്ട്, പാരലൽ ലൈൻസ്. ലൈൻ ഉണ്ട്, പാരലൽ ലൈൻ ലൈക്ക് ദിസ്. 2 പാരലൽ ലൈൻസ്. എന്നിട്ട് ഇതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. യു ആർ ഡ്രോയിങ് എ ട്രയാങ്കിൾ. ഇതിനുള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. യു ആർ ഡ്രോയിങ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്നിട്ട് ഈ സൈഡ് ഫിഗർ തന്നിട്ടുണ്ടോ ആ ക്വസ്റ്റ്യനിൽ? ഇതിൽ ഈ ലെങ്ത്
ഈ ലെങ്ത് 6 ആണ്, ഈ ലെങ്ത് 6 ആണ്. അതേപോലെ ഈ ലെങ്ത് 3 ആണ്. വാട്ട് ഇസ് ദ ഏരിയ? ഇത് L1 and L2 ആർ 2 പാരലൽ ലൈൻസ്. ഇതേ ചോദ്യം നമ്മൾ ഏതൊരു കൊല്ലം ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ വേറൊരു തരത്തിൽ. അത് അതിൻ്റെ റെപ്ലിക്കായിട്ട് ചോദിച്ചത് അതേ പാറ്റേൺ തന്നെയാണ്. L1 ഉം L2 ഉം 2 പാരലൽ ലൈൻസ് ആണ്. പിന്നെ തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. പണ്ട് എന്താ ചോദിച്ചാൽ ഈ L1 ഉം L2 ഉം ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ലൈൻ്റെ ഇക്വേഷൻ തരുമ്പോൾ എന്താണ്? യു ക്യാൻ ഫൈൻഡ് ദ പാരലൽ ലൈൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അല്ലേ? പിന്നെ വേറെന്തോ ഒരു സൈഡോ എന്തോ ഒരു ആംഗിൾ എന്തോ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആണ് ക്വസ്റ്റ്യൻ വന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് കാണാം, അങ്ങനെ എന്തോ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഈ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണ്. അപ്പോൾ ഇത് ഈക്വലാറ്ററൽ ആണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ? ഏരിയ ഓഫ് ഇത് ABC ആണെങ്കിൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ABC? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ABC. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഒറ്റ ഡാറ്റയേ ഉള്ളൂ. ഈ L1 ഉം L2 ഉം പാരലാണ്. ഈ ദൂരം 6 ആണ്, ഈ ദൂരം 3 ആണ്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം. എല്ലാ ആംഗിളും ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം. ഇതും 60 ഡിഗ്രി അറിയാം, ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വലാറ്റർ. ഈ സൈഡ് A ആണെന്ന് ചോദിച്ചോളൂ. ഈ സൈഡ് A ആണ്, ഈ സൈഡ് A ആണ്. അപ്പോൾ യു നോ ഏരിയ ഓഫ് ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് √3/4 A². But the problem is done if you know the value of A. A കിട്ടിയ പണി കഴിഞ്ഞു, അല്ലേ? A കിട്ടലാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ A കിട്ടാൻ എന്താ വഴി നോക്കൂ. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ, ഇതൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇത് 60 ആണ്. ഈ ആംഗിൾ 5 ആണെന്ന് ചോദിച്ചോളൂ. ഈ ആംഗിൾ 5 ആണെങ്കിൽ തീറ്റയും 60യും 5യും കൂടി കൂട്ടിയാൽ 90 ആണ്. തീറ്റയും 60യും 5യും കൂടി കൂട്ടിയാൽ 90 ആണ്. അപ്പോൾ 5യുടെ വാല്യൂ എന്തായിരിക്കും? 5യുടെ വാല്യൂ 30 മൈനസ് തീറ്റ ആയിരിക്കും. 5യുടെ വാല്യൂ 30 മൈനസ് തീറ്റ ആണ്. അപ്പോൾ നമുക്ക് 5യുടെ വാല്യൂ 30 മൈനസ് തീറ്റ എഴുതാം. അപ്പോൾ ദിസ് ഇസ് 30 മൈനസ് തീറ്റ. ദിസ് ഇസ് 30 മൈനസ് തീറ്റ. ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 90 മൈനസ് 30 മൈനസ് തീറ്റ ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ 90 മൈനസ്, അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് 30 മൈനസ് തീറ്റ. വാട്ട് ഇസ് 90 മൈനസ് 30 മൈനസ് തീറ്റ? ഇത് 60 പ്ലസ് തീറ്റ. ഇത് 60 പ്ലസ് തീറ്റയാണ്. അപ്പോൾ ഇത് മറ്റേതായിട്ട് കണക്ട് ചെയ്തു. ഈ ദൂരം 9 ആണ്. ആ 2 കണക്ഷൻ കിട്ടിയാൽ പണി കഴിഞ്ഞു. ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിൽ വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 3/a ആണ്. 3/a ആണ്. ഇതിൽ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ 60 പ്ലസ് തീറ്റ എന്താ? സൈൻ 60 പ്ലസ് തീറ്റ is equal to opposite side by hypotenuse. Opposite side is 9 by hypotenuse A. ഈ 2 ഡാറ്റയിൽ നിന്ന് A കാണാം, അത്രയേ ഉള്ളൂ. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് A കാണാൻ എന്താ വഴി നോക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇത് സൈൻ A കോസ് B. ഇത് സൈൻ A കോസ് B. സൈൻ A കോസ് B പ്ലസ് കോസ് A സൈൻ B is equal to 9/A. ഇത് ഞാൻ ഒരു സ്റ്റെപ്പൊക്കെ ജമ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഈ സൈൻ തീറ്റയുടെ വാല്യൂ 3/a ആണ്. നോക്കൂ, സൈൻ തീറ്റയുടെ വാല്യൂ 3/a ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഇത് 3 ആണ്, ഇത് A ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? √(a² മൈനസ് 9) ആണ്, അല്ലേ? അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് √3/2 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം √(a² മൈനസ് 9) divided by A plus 1/2 into sin theta के പകരം 3/a is equal to 9/a. ഇതിൽ A will get cancelled. A cancel ചെയ്യാം അല്ലേ? A cancel ചെയ്യും. അതൊന്ന് A² കാണാം. That's all. You find the value of A. When the value വരിക, what is the value of A? A is equal to, it is 2 അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. It is √3 into √(a² minus 9) plus 3 is equal to 18. 18 ആകുമ്പോൾ 15. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 into a² minus 9 is equal to 3 into the 15 of 15 square is 225 അല്ലേ?
I think the value is 3 will go here, 3 will go here, 3 will go 7 3 is 21, 15 5 3 is 15. A square value a square equals 75 plus 9. 75 plus 9 is 84. 84. What is the area? Area delta is equal to root 3 by 4 into a square into 84. Simple. It is 21 root 3 is answer. This is the sides parallel lines in the equation. That's equilateral triangle inscribe equilateral triangle വെച്ചിട്ട് എന്തെങ്കിലും തരും ചിലപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ തരും അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോയിന്റ് തരും അങ്ങനെയൊക്കെ ചോദിക്കാം വേണമെങ്കിൽ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും തന്നല്ലോ അത്രയേ ഉള്ളൂ അപ്പം കണക്ട് ഇറ്റ് വിത്ത് തീറ്റ അതാണ് ഓക്കെ ഇനി ഫിസിക്സിന് സാറ് വരും ഓക്കെ കഴിഞ്ഞോ
Yes. Good afternoon, students. Okay, we start with first day, first shift JEE Mains. As far as the questions available to us, we are trying to solve it out. As and when we get a question, we are not waiting to collect all the questions of physics or all the questions of mathematics. As and when we get the questions, we are coming to you. That we have the same anxiety as you are having. Okay. And this is a question from atomic physics regarding distance of closest approach. Distance of closest approach. And distance of closest approach is a linear measurable parameter giving the size of nucleus. And you know, by definition, the distance of the closest approach is the maximum distance up to which an alpha particle can reach near the gold nucleus. That is the distance of closest approach. And you know, at the distance of closest approach, we use a letter R0. Alpha particle stops for a moment and then retraces. Or we can express it in many ways. The impact parameter for that alpha particle is 0. Alpha particle is deviated, scattered through 180 degree. Alpha particle stops for a moment and whole of its kinetic energy has been converted into electrostatic potential energy of the alpha particle. Like that, many ways we can present the distance of closest approach. So here, what happened? The kinetic energy of alpha particle is equal to potential energy of alpha particle at R0. Kinetic energy is given to be 7.7 MeV. That means 7.7 into 1.6 into 10 to the power of minus 13 joules. Potential energy is 1 by 4 pi epsilon 0. Q1 is the charge of alpha particle. 2E into charge of gold nucleus. Gold nucleus is given to be how many? 79. That is 79E divided by R0. So R0 comes to be 1 by 4 pi epsilon 0 is coming to be 9 into 10 to the power of 9 into 2 into 1.6 into 10 to the power of minus 19. That is the charge of alpha particle into 79 into 1.6 into 10 to the power of minus 19 whole divided by 7.7 into 10 to the power of minus 13. Let us try this approximate calculation I am making. The 7.7 and 79 nearly we can calculate to be 10, nearly 10, because 7.7 and 79 nearly 10 we can take it. Now what else remaining? 9 into this 2 into 1.6 into 1.6, that comes to be 2.56. Okay, into 10 to the power of 9, 10 to the power of minus 19, that is 10 to the power of minus 10 into 10 to the power of 110 is here. So this is coming to be 10 to the power of 9 into 10, that is 10 to the power of 10. So I can write it 10 to the power of 10 into 10 to the power of minus 19 into 10 to the power of minus 19 whole divided by 10 to the power of minus 13. This is 38 minus 38 and plus 23, that is coming to be minus 15. So this is coming to be 9 into 2
9 into 2 into 2.56 into 10 to the power of minus 15. This many Fermi it will be coming here. This many Fermi it is coming. Okay, this many Fermi. This is in matching with these answers is not in nanometer. Distance of closest approach cannot be nanometer. I think there is a mistake in the answers provided. This is coming in the order. That is answer coming to be nearly some 4.5 something is answer coming. Answer is not coming over there. I don't know what is the problem. It surely, practical point of view, distance of closest approach cannot be in the order of nanometer. Okay, this is the value of distance of closest approach. Once again, kinetic energy 1 by 4 pi epsilon 0 Q1 Q2 divided by R0. R0 is the distance of closest approach. Then R0 is equal to this into 2 into 1.6 into 10 to the power of minus 9. That is charge of alpha particle into charge of nucleus. 79 into 1.6 10 to the power. Yes, this is exactly correct. Okay, and values also matching with the practical values. Okay, that's all about. അവരെ കൊടുത്ത വാല്യൂ തെറ്റായിട്ട് പലതും. അടുത്ത ക്വസ്റ്റ്യൻ ഏരിയയിലൊരു ക്വസ്റ്റ്യൻ ആണ്.
ഫൈൻഡ് ദ ഏരിയ ഇൻസൈഡ് ദ എലിപ്സ് ആൻഡ് ഔട്ട്സൈഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ്. അത് മോഡുലസ് ഫംഗ്ഷനാണ്, പിന്നെ എലിപ്സ് ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഫിഗർ ഒന്ന് വരച്ചേക്കാം. ഓക്കെ, എലിപ്സ്. എലിപ്സ് എലിപ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ 2, 1. Then first function y is equal to mod x minus 1. y is equal to mod x minus 1. ഇതാണ് y is equal to mod x. ഓക്കെ, -1 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റോടെ താഴേക്ക് വരുന്നു. അപ്പോൾ അത് y is equal to ഇതെങ്ങനെ ഇരിക്കും? അതായത് എക്സിന് 1 കൊടുത്താലും -1 കൊടുത്താലും 0 കിട്ടുന്നു. ഈ പോയിന്റ് ഇത് 1 അല്ലേ? യെസ്, ഇത് 1. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നിരിക്കും അല്ലേ? ഇത് എക്സിൽ 2, ഇത് 1, ഇത് -1, ഇവിടെ 1 വരുന്നു, ഇവിടെ -1 വരുന്നു അല്ലേ? അപ്പം അത് വി ഷേപ്പിലുള്ളൊരു ഗ്രാഫ് വരച്ചാൽ എക്സിന് 1 കൊടുത്താൽ അല്ലെങ്കിൽ വൈക്ക് എക്സിന് 0 കൊടുത്താൽ വൈക്ക് -1 വരും. എസ്, എങ്ങനെ ഇരിക്കട്ടെ? ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? വൈക്ക് 0 കൊടുത്താൽ മോഡ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു +or-1. എക്സിന് 0 കൊടുത്താൽ വൈക്ക് -1. അപ്പോൾ ആ ഷേപ്പിലിരിക്കുന്നു. അടുത്ത ഗ്രാഫ് ആണെങ്കിൽ, അടുത്ത ഗ്രാഫ് ഏതായിരുന്നു? y is equal to 1 minus mod x. അപ്പോൾ y is equal to minus mod x എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. mod x നേരെ തിരിച്ചു വരും. +1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ അല്ലേ? ഏരിയ ഓഫ് ദ റീജിയൻ ഇൻസൈഡ് ദ എലിപ്സ്. അപ്പോൾ ഈ കംപ്ലീറ്റ് എലിപ്റ്റിക്കൽ പോർഷൻ്റെ ഏരിയ നിങ്ങൾക്കറിയാം, പൈ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2 ഇൻറ്റു 1. ഇതാണ് കംപ്ലീറ്റ് എലിപ്സിൻ്റെ ഏരിയ. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഇൻസൈഡ് ദ എലിപ്സ് ആൻഡ് ഔട്ട്സൈഡ് ദിസ് കർവ്. ഈ കർവിൻ്റെ പുറത്തുള്ള പോർഷൻ മതി. അപ്പോൾ ഇതാണ് വേണ്ടത് അല്ലേ? ഈ പോർഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ഈ ഗ്രീൻ പോർഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2π മൈനസ് ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ട്രയാങ്കിൾ 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 വരെ ഒരു ട്രയാങ്കിൾ ഇൻറ്റു അതുപോലെ 4 ട്രയാങ്കിൾസ് വരുന്നു ഇൻറ്റു 4. അപ്പോൾ 2π മൈനസ് 2 എന്ന് വരുന്നു, വിച്ച് ഇസ് 2 ഇൻറ്റു π മൈനസ് 1. 2 ഇൻറ്റു π മൈനസ് 1 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ഇൻ്റഗ്രൽസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ -π/6 to π/6 ആണ് ലിമിറ്റ് വരുന്നത്. -π/6 to π/6. അപ്പോൾ ഓഡ് ഈവൻ കൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമുക്ക് -π/6 മുതൽ π/6 വരെ 2π/1 മൈനസ് സൈൻ mod x പ്ലസ് π/6 dx പ്ലസ് -π/6 to π/6 4x raised to 11/1 minus sin mod x plus π/6 dx. ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്തു. 2π + 1 4x raised to 11 എന്ന്.
അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഡല്ലേ, -a to a ലിമിറ്റ് ഇതെന്തായാലും ഈവൻ ആണ്, മോഡ് എക്സ് വന്നിരിക്കുന്നു, ഇവിടെ x⁻11 ആണ്. സോ ഇറ്റ്സ് ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് 0 ആയിപ്പോയി അല്ലേ. ഇറ്റ്സ് ആൻസർ ബിക്കം 0. അപ്പോൾ ഈ പോർഷൻ്റെ മാത്രം കണ്ടാൽ മതി. -a to a ഇറ്റ്സ് ആൻ ഈവൻ ഫംഗ്ഷൻ. സോ ഐ റൈറ്റ് 2 × 0 to a. 2 × 0 to a, 2π divided by 1 minus sin x plus π/6 dx എന്ന് എഴുതുന്നത്. കാരണം മോഡ് എക്സ് നമ്മൾ 0 to π/6 അല്ലേ. സോ ഇറ്റ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 4π into 0 to π/6. നമുക്ക് 1/1 - sin x ഒക്കെ സാധാരണ ചെയ്യാറ് 1/1 - sin x എന്ന് വരുമ്പോൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അപ്പോൾ 1 + sin x cos x എന്ന് വരും, അല്ല cos square x എന്ന് വരും. അപ്പോൾ ശരിക്കും അത് sec square x + sec x tan x വരും. അങ്ങനെയല്ലേ ചെയ്യാറ്. അല്ല ഇത് 1/1 - sin x കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 + sin x വരും. താഴെ 1 + sin x × 1 - sin x 1 - sin square cos square. ദെൻ സ്പ്ലിറ്റ് ചെയ്യുന്നു 1/cos square sec square വരുന്നു, sin/cos tan വരുന്നു, 1/cos sec വരുന്നു. അപ്പോൾ 0 to π/6 sec square x plus π/6 dx plus sec x plus π/6 into tan x plus π/6 dx. അപ്പോൾ which is equal to 4π into sec സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ tan വരും, tan x plus π/6 പ്ലസ് sec into ടാനിൻ്റെ sec x plus π/6 എന്ന് വരും. ലിമിറ്റ് ഫ്രം 0 to 30, 0 to π/6. സോ 4π into അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π/6 plus π/6 ദാറ്റ് ഈസ് 60 വരും അല്ലേ. tan 60, 30 + 30 tan 60 എന്ന് പറയുമ്പോൾ √3 വരുന്നു. പ്ലസ് ഇവിടെ കൊടുക്കുമ്പോൾ 60 + 60 ആൻസർ കിട്ടുക 60 + 30 + 30 60 വരും, sec 62 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ tan 30 വരും. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 വരും. പ്ലസ് ഇവിടെ sec 30 വരും. sec 30 എന്ന് പറഞ്ഞാൽ √3/2 വരും. √3/2 വരും. ദെൻ ഈ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇക്വേഷണൽ പ്രശ്നമുണ്ടോ? √3 + 2 + 4π into കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്താലും ആൻസറിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ tan 30 sec 30 ഇതിപ്പോൾ ഇതിനകത്ത് കട്ട് ചെയ്ത് പോകുന്നില്ല അല്ലേ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4π into കംപ്ലീറ്റ് 2√3 LCM ആയിട്ട് എടുത്താൽ ഇവിടെ 2√3 വരും, അപ്പോൾ 6 കിട്ടും. ഇവിടെ 4√3 വരും, മൈനസ് ഇവിടെ √3 കട്ട് ചെയ്ത് പോയി 2 വരും, മൈനസ് ഇവിടെ 2 കട്ട് ചെയ്ത് പോയിട്ട് 3യും കിട്ടും. അപ്പോൾ 6 - 3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4π into 6 - 3 2 വരും, പ്ലസ് 2 അല്ല അത് 1 കിട്ടും. 1 + 4√3/2√3 എന്നാണ് വരുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ നോക്കുക. ഇതിനകത്ത് ക്യാൻസലായി പോകേണ്ടതാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്.
അതിലേക്ക് എത്തുന്നില്ല, സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ 4πയിലേക്ക് എത്തുന്നു അല്ലേ? 4πയിലേക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, Hi dear children, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ സെറ്റ് S is equal to A, B, C, D. Consider a set S equal to A, B, C, D. Then the number of reflexive as well as symmetric relations from S to S are. ഇതാണ് ക്വസ്റ്റ്യൻ. Consider a set S equal to A, B, C, D. Then the number of reflexive as well as symmetric. Reflexive ആയിരിക്കണം, സിമ്മട്രിക്കും ആയിരിക്കണം. ഫ്രം എസ് ടു എസ്. അറിയാലോ, ഇതിനൊരു ഫണ്ടമെന്റൽ ഫോർമുലയുണ്ട്. ഫണ്ടമെന്റൽ ഫോർമുല ഇപ്പോൾ നമ്പർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ആണെങ്കിൽ ഒരേ സമയം റിഫ്ലക്സീവും സിമ്മട്രിക്കും ആക്കാനുള്ള ഫോർമുല എന്താ? 2n² - n/2. ഇതാണ് ഫോർമുല. n നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനൊറ്റ ഫോർമുല ഓർത്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇതെത്ര ഇവിടെ? n ഓഫ് എസ് 4 ആണ്. അപ്പോൾ 16 - 4/2. That is 2^12/2 equal to 2^6. That is 64. ഓപ്ഷൻ ഉണ്ടായിരുന്നത് 4, 16, 64, 128 എന്നാണ്. 64 is the answer. ഇതാണ് ക്വസ്റ്റ്യൻ. Okay, consider a set S, A, B, C, D. Then the number of reflexive as well as symmetric relations from S to S. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് A1, A2, A3, etc. are increasing GP, geometry progression, such that A1 plus A3 plus A5 is equal to 21, A1, A3, A5, 64. Then A1 plus A2 plus A3 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 5, ഓപ്ഷൻ 2 7, ഓപ്ഷൻ 3 10, ഓപ്ഷൻ 4 15. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 ടേംസ് വേണം. അപ്പോൾ A/r², A/r, AR square. ഇത് T1 അല്ലെങ്കിൽ A1. This is A1, A2, A3, A4, A5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് A1 plus A3 plus A5. അപ്പോൾ A/r² plus A plus AR², that is 21. അതുപോലെ തന്നെ A1, A3, A/r² into A into AR², that is 64. R² കട്ടായി പോയി. A³ 64. This implies A is equal to 4. ഇവിടെ കൊടുത്താൽ A into 1/r² plus 1 plus r² 21. A4 ആണ്. A4 ആവുമ്പോൾ r² plus 1/r² equal to A ഇങ്ങോട്ട് എടുക്കാൻ 21/4. 21/4 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R equal to +or - 1/2
plus or minus 2. Solve ചെയ്യുമ്പോൾ LCM solve ചെയ്യാം. We will get R is equal to plus or minus 1 by 2 or plus or minus 2. Increasing GP ആണ്. Increasing GP ആകുമ്പോൾ നമുക്ക് 2 അല്ലെ, ഇൻക്രീസിങ് ജി പി ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് A1 പ്ലസ് A2 പ്ലസ് A3 ആണ്. അപ്പോൾ A/R² പ്ലസ് A/R പ്ലസ് A ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1/4 പ്ലസ് 1/2 പ്ലസ് 1. 4 LCM ആണ്. 4 ഇൻറ്റു 7/4. 7 is the answer. 7 is the answer. 7 is the answer. Okay, 7 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mean and variance of observation സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. X, Y 12, 14, 4, 10, 2. The mean and variance of observations X, Y 12, 14, 4, 10, 2 is 8 and 16 respectively. Is 8 and 16 respectively. Where X greater than Y, that is given, where X greater than Y, then the value of 3x minus y is, ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് 18 ഉണ്ട്, 20 ഉണ്ട്, 22 ഉണ്ട്, 24. These are the options given. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആണത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് AM എടുക്കാം അല്ലെ. AM എന്ന് പറയുമ്പോൾ x പ്ലസ് y പ്ലസ് 12 പ്ലസ് 14 പ്ലസ് 4 പ്ലസ് 10 പ്ലസ് 2 by how many terms? Total there are 7 terms. That is equal to 8. ഇവിടെ നമുക്ക് x plus y plus 12 plus 14 plus 4 plus 10 plus 2 equal to 8 into 7, 56. Therefore x plus y ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് എടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. ഇപ്പോൾ 56 നിന്ന് ബാക്കിയുള്ള സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് 14. x plus y ഈസ് ഈക്വൽ ടു 14. ഇനി വേരിയൻസ് കാണും. ഇതാണ് മീൻ കാണുമ്പോൾ വേരിയൻസ് അറിയാലോ. വേരിയൻസ് എന്താ? സിഗ്മ എക്സ്. വേരിയൻസ് എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ് ഫോർമുല. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എല്ലാത്തിൻ്റെ സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 7 അല്ലേ. സിഗ്മ എക്സ് സ്ക്വയർ ബൈ മൈനസ് എക്സ് ബാർ. എക്സ് ബാർ തന്നിട്ടുണ്ട്. എത്രയാണ്? എക്സ് ബാർ ഈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 അല്ലേ. 8 സ്ക്വയർ ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 16 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 100 ആണ്. നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ 14ഉം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 100ഉം ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. 8 6 ആണ്, y 6 ആണ്. എക്സ് ഈക്വൽ ടു 8ഉം വൈ ഈക്വൽ ടു 6ഉം ആണ്. 8 plus 6 14. 8 square plus 6 square 100. In the question it is given that x is greater than y തന്നിട്ടുണ്ട്. അപ്പോൾ വലുത് x ആയിരിക്കണം, ചെറുത് 6 ആയിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3x മൈനസ് y എന്നാണ്. അപ്പോൾ 3 into 8 മൈനസ് 6 ആണ്. 24 മൈനസ് 6. 24 മൈനസ് 6 എത്ര വരും? ദാറ്റ് ഈസ് 18 is the answer. 18 ആണ് ആൻസർ. 18 is the correct answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഫംഗ്ഷനിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ആണ്. ബി ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു 9 ആണ്. ദെൻ ദി നമ്പർ ഓഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ from A to B. The number of strictly increasing functions from A to B such that f of I not equal to I. For all I equal to 1 2 3 4 5 6 R. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നൊരു സെറ്റ് വേണം. അതിൽ 1 2 3 4 5 6 ഇതാണ് എ. പിന്നെ ബി ഉണ്ട്. ബിയിൽ 1 2 3 4 5 6 7 8 9
ആസ് പെർ ക്വസ്റ്റ്യൻ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആവില്ല. കാരണം എഫ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ഐ ആണ്. പിന്നെ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആവണമെങ്കിൽ അത് 2 ആവണം. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 2ൽ നിന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വരും? 1ൽ നിന്ന് 2ലേക്ക് വരും, പിന്നെ 2ൽ നിന്ന് 3ലേക്ക് വരും, 3ൽ നിന്ന് 4ലേക്ക് വരും, 4ൽ നിന്ന് 5ലേക്ക്, 5ലേക്ക് 6. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ, അപ്പോൾ ഒരു കേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത്രയും പോസിബിൾ കേസ് വരും, അടുത്തതിൽ ഇത്രയും പോസിബിൾ കേസസ് വരും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫോർമുല അറിയാലോ, n-1 C R-1 എന്നാണ് നമ്മളുടെ ഫോർമുല വരുന്നത്. പെർമിറ്റഡ് കോമ്പിനേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണെങ്കിൽ, അപ്പോൾ 2 ആണെങ്കിൽ 2 മുതൽ ഇവിടെ ഒരു 8 വരും. അതിൽ 8 - 1 7 C5 വരും. എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണെങ്കിൽ 7 C5 വരും. എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ 3 തുടങ്ങി 4 തുടങ്ങി പറ്റും. അപ്പോൾ ഒരു കേസ് കുറയും. അപ്പോൾ എത്ര വരും? 6C5. ഇതിന് മാറ്റം വരില്ല, 6C5 വരും. ഇനി പിന്നെ വരുന്നത് എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ, എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ, എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ അത് 5C5 വരും. ഇനി എഫ് ഓഫ് 1 ഈക്വൽ ടു 4 ആണെങ്കിൽ അത് പോസിബിൾ ആവില്ല, കാരണം ഇവിടെ 4 ആയി പോവില്ലേ. എഫ് ഓഫ് 1 ഈക്വൽ ടു 4 ആണെങ്കിൽ പിന്നെ ഇത് പോസിബിൾ ആവില്ല, 4C5. അപ്പോൾ 3 കേസേ വരുള്ളൂ. ഏതൊക്കെയാണ്? 7C5 പ്ലസ് 6C5 പ്ലസ് 5C5. 7C5 എത്ര? 21 അല്ലേ? ഇത് 6 അല്ലേ? ഇത് +1 അല്ലേ? അപ്പോൾ എത്ര വരും? 28 ഈസ് ദി ആൻസർ. 28 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസിലുണ്ടായിരുന്നത് 28 ഉണ്ടായിരുന്നു. 28 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതാണ് എൻ്റെ ലോജിക്. നല്ല ക്വസ്റ്റ്യൻ ആണത്, സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇതാണ് n-1 C. ഇവിടെ മൊത്തം 6 ആണത് അല്ലേ? 6 5 ആണ്. അപ്പോൾ R-1 എപ്പോഴും 5 തന്നെയായിരിക്കും. ഇനി n-1 ഇതിൽ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. 1 ആകുമ്പോൾ പിന്നെ 1ലേക്ക് പോകില്ല, 2 ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2 ആകുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. 3 ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, മുകളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇതാണ് സംഭവം, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സി അഗെയിൻ.
Now, good evening, our student. Let us start again. Continue our physics question. An air-filled capacitor or capacitor C filled with a dielectric K is equal to 3, or with D by 3, where D is the separation between the plate, the new capacitance. Now, when earlier it was an air-filled capacitor, C is equal to epsilon 0 by D. Now, situation is like this. It's an air-filled capacitor. Second case, D is the separation. In second case, 1/3 of this portion is filled with a dielectric of thickness D by 3, or it is a partial filled capacitor. Now, whose capacity is C dash is given by epsilon 0 A by D minus T plus T by epsilon R. This is the standard formula. That is known to you, where T is equal to D by 3 and epsilon R given to you as 3. Now substitute directly. C dash is given by epsilon 0 A by D minus D by 3 plus D by 3 by this one calculation is equal to epsilon 0 A by 2 by 3D minus plus D by 9. This one calculation, epsilon 0 A by 7D by 12, 7 by 9 is equal to 9 by 7 epsilon 0 A by D. Epsilon 0 A by D is equal to C. So this is equal to 9 by 7C. So 9 by 7C, that is our answer. It is directly speaking, it is a knowledge question. You must know the formula for partially filled capacitor. Find the moment of inertia of a system formed by using two identical rods about the given axis of rotation as shown. Now, say distributed mass system. Now, consider this is a one rod whose center of mass, if you consider this rod alone, the center of mass about this axis is equal to m L squared by 12. Transfer that to this axis when it rotates. Parallel axis theorem is moment of inertia plus m L squared plus moment of inertia of this rod about the one end plus m L squared by 3. So m L squared by 12, moment of inertia of this rod about this axis, and you have to transfer that about to this axis. To it, you apply parallel axis theorem plus m L squared. Then moment of inertia of this rod about one end, m L squared by 3. Add up. This one calculation is equal to 13, 17 by 12 m L squared. 17 by 12 m L squared, that is our answer. So, okay, next question. If electric field in electromagnetic wave is given by 3 into 10 raised to 14 T, omega, this is the omega 1 of the wave, and this is omega 2 of the wave. Definitely, omega 2 of that wave is definitely larger than omega 1. 12 into 10 raised to 14. That is omega 2. At x is equal to 0, follow-on and photosensitive material having work function 2.8. Find the maximum kinetic energy they are asking. Now, we can calculate the one which has got larger frequency, or we can say shorter wavelength. The one which has got larger frequency, shorter wavelength. Larger frequency is this one. 12 into 10 raised to 14, and the corresponding the wavelength of this wave, because we have to find the maximum kinetic energy. Wavelength of this wave, lambda is given by c by nu. C by nu. Nu is given by omega by 12 into 10 raised to 14, omega by 2 pi. 2 pi nu is equal to omega. C is equal to 3. 3 into 10 raised to 8 by 12 into 10 raised to 14 by
2 pi. This calculation is equal to 250 nanometer. If you do that, the answer is 250 nanometer. And if this is the wavelength, then what is the energy of the maximum kinetic energy out of these? But the one which has got larger energy or largest energy, h nu. H nu, if you calculate, nu is equal to higher frequency, lower wavelength, 250 Newton, nanometer. Now, corresponding wavelength I found out. And this is the one which is shortest lambda, highest frequency. Then what is the energy of that photon? Energy of the photon, you can say 12.4. Energy in electron volt is equal to 12.4 by lambda 250 into 100. And this on calculation, 49.6, 4.9, 4.96 electron. Now, first of all, we will calculate the wavelength. From knowing the wavelength, we can calculate the energy in electron volt using our simple formula 12.4 by lambda into 100, since the answer is in nano. So much electron volt. So this is the energy, highest energy of the incident radiation. And work function is given as 2.8 electron volt. And the question is, what is the maximum kinetic energy? Kinetic energy maximum is equal to h nu minus work function. H nu is equal to 4.96 minus work function is equal to 2.8. And this value on calculation is equal to 2.16. And answer is this one. About 2, out of the 2, we have to find out the one which has got the largest frequency or lowest lambda. That we did. Knowing lambda, you can calculate the energy. Or knowing energy frequency, you can calculate the energy. H nu. Then our kinetic energy maximum is equal to h nu minus work function. That we did. And you got the answer. Go to our next question. Again, rather than doing the entire thing, you have to remember there is a formula that is given there in our NCERT book, inventory meter. In most of the time, the teachers told you have to by heart that. And there, the rate of flow in inventory meter, the formula is equal to rate of flow is given by A1 A2, the root of 2GH. Liquid is the same, by root of A1 squared minus A2 squared. Otherwise, you have to derive this. Since the liquid is the same, our rho, numerator and denominator are same, so they cancel out. A1 A2, the root of 2GH by root of A1 squared by A2 squared. Here, the answer is equal to, answer may not agree with. I think that A by A is equal to 2. This 4 may not be there. But data is not needed. We are doing so. That's why. A by A if is equal to 2. Then A1 is equal to, if I say A1 is equal to larger value, capital A. A is equal to root 3. Then A2 is equal to small a. Small a is equal to capital A by 2 by this relation. Capital A by 2. It is not 2.4, it is 2. If it is 2.4, you have to write as 2.4. That's okay. For simplicity, we wrote down, it is a mistake. Otherwise, we may read like this. A by A is equal to 2, 4a is equal to root 3. Most probably, it may read like this. And then to avoid that confusion, we eliminated 4. It is simply 2. Then A2 is equal to A by 2. It's equal to root 3 by 2. H directly given to you. H is equal to 15 centimeter. 15 centimeter is equal to centimeter is equal to 0.15 meter. G 9.8. No. Now everything is not given to you. Substitute here. Rate of flow is equal to A1 root 3 into, because that is given. Other one is equal to root 3 by 2.
root of 2 into 9.8 into 0.15 by root of m1 squared root 3 whole squared minus a2 squared root 3 by 2 whole squared. Athare meter. Calculate and get the answer. Direct formula is there in NCERT. You have to use that. That's okay. Only correction that we did, this is 2, not 2.4. That's okay. Okay? And answer may not agree with because we did that corrections. Okay. An ideal solenoid is kept with its axis vertical. Current I0 is flowing in the solenoid. A charge Q is thrown downward inside the solenoid. Its acceleration of the charge particle is that. Now, this is the problem. This is solenoid. And current is there through the solenoid. Then the magnetic field is along the axis. A vertical magnetic field is there. That's okay. And all constant or uniform magnetic field is along the axis like this. Now, a charge particle is projected downward. Now, a charge particle Q is projected down. Now, it is parallel or anti-parallel? What do you mean? It is now parallel to the magnetic field. A charge particle, when parallel to the magnetic field, there will be no Lorentz force. And hence, there will be no acceleration caused by Lorentz force. Only gravity force is there, and therefore there will be gravity force. The question is, accelerated charge particle is that. Here, oh, question is wrong. Here the unit is entirely wrong. They are asking about acceleration. The acceleration, if it is doing in a gravity space, acceleration is acceleration due to gravity. Only acceleration is there if it exists. If gravity is there, gravity for acceleration is there. There is no contribution from Lorentz magnetic force. Now, a wave propagate, electric field propagation from the comparison of a progressive wave. Now, there is a progressive wave, and very well you know that this wave is propagating in the positive x direction. About wave direction, velocity direction is plus I. For an electromagnetic wave, direction of propagation is given by E cross B. Give the direction of propagation. Direction of propagation E cross B. The unit vector of propagation is I plus I. And the electric field is J. Our unit vector of electric field is J. Now what we require is that unit vector J cross a unit vector must give you plus I. Okay. Unit vector J cross a unit vector give you plus I. Definitely therefore J cross K is equal to Y. Therefore the missing is K vector. And therefore the magnetic field is along the positive K direction. The magnetic field is along positive K direction, that is there. So okay, we continue.
നമുക്കിനി മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേഷനിലൊരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ 0 to π/2 മോഡുലസ് ഓഫ് sin x പ്ലസ് sin 2x പ്ലസ് sin 3x. ഇവിടെ മോഡുള്ളതാണ് അതിൻ്റെ പിടുത്തം അല്ലേ. അപ്പം വെറുതെ നിങ്ങൾക്കറിയാലോ സൈൻ എക്സിൻ്റെ ഒരു ചാട്ടത്തിൻ്റെ ഏരിയ 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്, അറിയാലോ. സൈൻ എക്സിൻ്റെ അതൊക്കെ ഓർത്താൻ നല്ലതാണ് കേട്ടോ. സൈൻ എക്സിൻ്റെ ഒരു ചാട്ടത്തിൻ്റെ ഏരിയ 0 to π ഇടയിൽ ഈ ഏരിയ 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഇത് ഇൻ്റഗ്രൽ 0 to π sin x dx 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 0 to π/2 ആണെങ്കിൽ 1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം പക്ഷേ ഇതിൻ്റെ ഈ മോഡുലസിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാലോ. മോഡുലസ് ഓഫ് സംതിങ് ഈസ് ദ സെയിം തിങ് ഇഫ് ദാറ്റ് സംതിങ് ഈസ് പോസിറ്റീവ്. അപ്പോൾ എപ്പോഴും മോഡുലസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താ അറിയോ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താ നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഓക്കെ, അപ്പം sin x പ്ലസ് sin x 0-ൻ്റെയും π/2 ഓക്കെ, sin 2x അതെ ഓക്കെ, പക്ഷേ sin 3x പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ആഡ് ചെയ്താൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുമോ നോക്കാം. നോക്കൂ, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഇസ് sin x പ്ലസ് sin 3x, വാട്ട് ഇസ് sin c പ്ലസ് sin d, ഇറ്റ് ഈസ് 2 sin c പ്ലസ് d/2 cos c മൈനസ് d/2. അപ്പോൾ ഇത് രണ്ടും ക്ലബ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം, sin x പ്ലസ് sin 3x, sin x പ്ലസ് sin 3x പ്ലസ് sin 2x എന്ന് എഴുതിയാൽ നോക്കൂ ഇതിൽ sin c പ്ലസ് sin d ഉപയോഗിക്കാം. അപ്പം സൈൻ ഓഫ് 2 sin 3x പ്ലസ് x/2 ദറ്റ് ഈസ് 2x ഇൻറ്റു 2x മൈനസ് 3x/2 കോസിനെ ബാധിക്കില്ല. അപ്പോൾ cos x പ്ലസ് sin 2x. നോക്കൂ എക്സ് 0-ൻ്റെയും π/2-ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ cos x എന്തായാലും പോസിറ്റീവാണ്, sin 2x പോസിറ്റീവാണ്. കാരണം എന്താ അറിയോ, എക്സ് 0-ൻ്റെയും π/2 കിടക്കുമ്പോൾ 2x എവിടെ കിടക്കുക, 0-ൻ്റെയും π-ൻ്റെ ഇടയിലാണ്. ഓൾ സിൽവർ ടിക്കപ്സ് ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും സൈൻ പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് മൊത്തം പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. അതാണ് ഇതിൻ്റെ ക്യാച്ച്, പിടുത്തം അതാണ്. ദ ഹോൾ തിങ് ഇസ് പോസിറ്റീവ്. sin x പ്ലസ് sin 2x പ്ലസ് sin 3x ഇസ് പോസിറ്റീവ്. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അതാണ് അതിൻ്റെ പിടുത്തം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ, അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് വിൽ ബി ഇൻറ്റഗ്രൽ ഓഫ്, ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവാണ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ് ലൈൻ ബിറ്റ്വീൻ 0 and 0-ൻ്റെയും π/2-ൻ്റെ ഇടയിലായതുകൊണ്ട് എക്സ് 0-ൻ്റെയും π/2-ൻ്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ഇത് പോസിറ്റീവാണ്, റൈറ്റ്. അതാണ് പിടുത്തം. അപ്പോൾ ഇതിന് എഴുതാം, മോഡുലസ് ഇല്ലാതെ എഴുതാം. ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് 0 to π/2 sin x dx പ്ലസ് ഇൻറ്റഗ്രൽ 0 to π/2 sin 2x അത്രയേ ഉള്ളൂ dx പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് 0 to π/2 sin 3x dx. അത്ര മതി. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ, sin x-ന് ഒരു ചാട്ടം, മൊത്തം ചാട്ടം 2 ആണ്, എൻ്റെ ചാട്ടം 1 ആണ് അല്ലേ, 1 ആണ്. പ്ലസ് sin 2x dx-ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 to π/2 sin 0 to π/2 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇറ്റ് ഈസ് മൈനസ് ഓഫ് cos 2x. വെറുതെ ഇതും മൈനസ് ഓഫ് cos x ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. 0 to π/2 ഇതും അതെ, പ്ലസ് മൈനസ് ഓഫ് cos 3x/3 0 to π/2 ഇതെല്ലാം മതി. അപ്പം വാട്ട് ഈസ് ദ ആൻസർ, 1 പ്ലസ് cos π/2 ഇസ് cos 2π വരും. ഇറ്റ് ഈസ് -1 0 ആകുമ്പോൾ -1 പിന്നെ -1/3 ഇൻറ്റു cos 3π/2 0 ആണ് മൈനസ് cos 0. ഇതാണ് ആൻസർ. ആൻസർ വിൽ ബി 2 3 പ്ലസ് 1/3 ആണോ, 3 പ്ലസ് 1/3 അല്ലേ, ഇത് 2 അല്ലേ, 2 1 2 3 പ്ലസ് 1/3 റൈറ്റ്. π/2 കൊടുത്തിട്ടുണ്ടെങ്കിൽ cos 3π/2 0, cos 0 is 1, അപ്പോൾ -1 വരും. ആൻസർ ഇസ് 10/3. 10/3 ആണല്ലോ കിട്ടുക. π/2 പൈ കൊടുക്കുമ്പം cos π/2 is 2π. π/2 ആകുമ്പോൾ cos π is -1 -1 it is 0 minus of -1 0 വരും. cos 3x minus cos 3x/3 അല്ലേ വരിക. അപ്പോൾ 3π/2 minus 0 വരും. cos 0 is 1, അപ്പോൾ 1/3 വരും. അപ്പോൾ പ്ലസ് 1/3 വരും. അപ്പോൾ 10/3 ആണല്ലോ കിട്ടുക. ജസ്റ്റ് 1 മിനിറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഇത് ഇങ്ങനെ തന്നെ ചെയ്താലോ,
അതായത് ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 0 to pi by 2 2 sin 2x cos x dx plus integral of 0 to pi by 2 sin 2x dx. ഇങ്ങനെയും ചെയ്യാം. നോക്കട്ടെ ഒറ്റ മിനിറ്റ്, കാരണം ഇത് പോസിറ്റീവ് ആണല്ലോ, അപ്പം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താ? ഇറ്റ് ഈസ് മൈനസ് ഓഫ് കോസ് 2x ആണ്. cos 2x. It is cos 2x by 2. 0 to pi by 2. ഇതിൻ്റെ വാല്യൂ എന്താ? പൈ ബൈ 2 കൊടുക്കുമ്പം ഇതിൻ്റെ വാല്യൂ എന്താ? 2 4 this is 2 sin x cos x. അപ്പം 2 sin x cos x ആകുമ്പം this is 4 sin x into cos square x. ഇപ്പം cos xന് t കൊടുത്താൽ 4t square dt വരും. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 ആകുമ്പം കോസ് എക്സിനാണ് ടി കൊടുക്കുന്നത് കേട്ടോ. കോസ് എക്സിനാണ് ടി കൊടുക്കുന്നത്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ടി 1 ആവും, എക്സ് പൈ ബൈ 2 ആകുമ്പോൾ ടി 0 ആവും ഡി ടി. ദ വാല്യൂ വിൽ ബി മൈനസ് 4t³ by 3 മൈനസ് 1 to 0. അപ്പോൾ +1 ആക്കാം, പ്ലസ് 0 to 1 ആക്കാം. കാരണം നെഗറ്റീവ് ആകുമ്പം മൈനസ് എ ടു ബിനെ മൈനസ് ഓഫ് ബി ടു എനെ എ ടു ബി ആക്കാമല്ലോ. 0 to 1 minus 1 by 2 into cos pi. It is minus 1 minus 1. Right. That's it. അപ്പോൾ ആൻസർ വിൽ ബി 4 by 3. 4 by 3 ഇവിടെ എന്ത് വരും? +1 വരും. 4 by 3 +1. അതെ, +1 വരും. അപ്പോൾ ആൻസർ 7 by 3 ആണ് ഉത്തരം. എന്താ കഴിഞ്ഞ പ്രവർത്തിയിൽ അങ്ങനെ വന്നാൽ 7 by 3 is the answer. 7 by 3 is the answer. Okay, answer is 7 by 3. നല്ല ചോദ്യമാണ്. ഓക്കെ, റൈറ്റ്. അടുത്തത് ശരിക്കും പറഞ്ഞാൽ ടാൻജൻസ് സിലബസിൽ ഇല്ലായിരുന്നു, പക്ഷെ ടാൻജൻസ് വന്നു കേട്ടോ. ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് ഡ്രോൺ ടു ദ സർക്കിൾ x-2 square plus y-3 square equals 60 with subtends in angle 120 degree. ടാൻജന്റ് സബ്ടെൻഡ് ഇൻ ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റിന്റെ ലോക്കസാണ് ചോദിച്ചത്. ഇതിന്റെ സെന്റർ എന്താ? ഈ സർക്കിളിന്റെ സെന്റർ എന്താ? 2,3 ആണ്. ഇതിന്റെ റേഡിയസ് 4 ആണ്. റേഡിയസ് 4 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ വെച്ചാൽ, ഈ ട്രയാങ്കിൾ വെച്ചാൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. കാരണം മൊത്തം ആംഗിൾ 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രിയാണ്. അപ്പം ഇത് 120 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ലെങ്ത് അറിയാമല്ലോ. വാട്ട് ഇസ് ദിസ് ലെങ്ത്? ഇത് 4 ആണ്, 60 ഡിഗ്രിയാണ്. അപ്പം 60 ഡിഗ്രിയും, അതായത് ഈ രണ്ട് ആംഗിൾസ്, അതായത് 60ഉം 4ഉം ഇതും തമ്മിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? കാരണം ലോക്കസ്, ഏത് പോയിന്റിൻ്റെ ലോക്കസ് ആണോ കാണേണ്ടത് അത് ആ പോയിന്റ് x1 y1 ആയിട്ട് എടുക്കുക. എന്നിട്ട് യു കണക്ട് എവറിത്തിങ്. അത്രയേ ഉള്ളൂ. ഇതാണ് x1 y1. ഈ ലെങ്ത്ത് നമുക്കറിയില്ല, എന്താ ദൂരം എടുത്താൽ മതി അല്ലേ? ദൂരം എടുത്താൽ മതി. റൂട്ട് ഓഫ് x1 - 2 whole square plus y1 - 3 whole square ഇതാവും. 60യുടെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനൂസാണ്. വാട്ട് ഇസ് sin 60? sin 60യുടെ വാല്യൂ അങ്ങനെ കണക്ട് ചെയ്താൽ പോരെ. sin 60യുടെ വാല്യൂ 4 ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് ആണ്. എന്താ ഈ ലെങ്ത്? റൂട്ട് ഓഫ് x1 - 2 സ്ക്വയർ പ്ലസ് y1 - 3 സ്ക്വയർ ആണ്. അത്രയേ ഉള്ളൂ, കണക്റ്റഡ് ആയി. അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ആൻസർ വിൽ ബി എന്തായിരിക്കും ആൻസർ? 60 ഡിഗ്രി അല്ലേ? 60 ആകുമ്പോൾ √3/2. √3/2 സ്ക്വയർ ചെയ്യാം. √3/2 is equal to 4 divided by root of that. Root of x1 - 2 square plus y1 - 3 square. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 into x1 x square plus y square. x1 പകരം x എഴുതാം, y1 പകരം y എഴുതാം. അത്രയേ ഉള്ളൂ. x square plus y square minus 4x minus 6y. ഇത് 4 ഉണ്ടാവും, 4ഉം 9ഉം 13 അല്ലേ? പ്ലസ് 13 ഇസ് ഈക്വൽ ടു
4 2 is 8, 64. ഇത് വൃത്തിയിലാക്കിയ ആൻസർ ആയി, റൈറ്റ്? അതാണ് ലോക്കസ്. അപ്പോൾ ഇവിടെ 120 പകരം വേറെ ഏതെങ്കിലും ആംഗിൾ ആണെങ്കിലും സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, 60 ഡിഗ്രി. അപ്പോൾ ഇതിൽ ടാൻജൻസ് ഉള്ള വേർഡ് ഉണ്ടെങ്കിലും കൂടി വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, ദിസ് ഇസ് എ ലോക്കസ്. ഈ പോയിന്റ് ലോക്കസ് അതാണ്. അടുത്തത് ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ. നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ 0 കണ്ട ഉടനെ തന്നെ എന്താ വിചാരിക്കേണ്ടത്? റൂട്ട്സ് ആർ ഒമേഗ ഒമേഗ സ്ക്വയർ, കോംപ്ലെക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഏതൊക്കെയാണ് ഒമേഗ? മൈനസ് ഹാഫ് പ്ലസ് √3/2 മൈനസ് ഹാഫ് മൈനസ് √3/2. എന്താ ഒമേഗയുടെ പ്രത്യേകത? 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആർ ദ റൂട്ട്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഈക്വൽ 0 ആണെങ്കിലോ റൂട്ട്സ് ആർ മൈനസ് ഒമേഗ സ്ക്വയർ. എന്താ ഒമേഗയുടെ പ്രത്യേകത? ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1 ആണ്. ഒമേഗ റേസ് ടു എനി പവർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് ഓൾസോ 1. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് കണ്ട ഉടനെ നമുക്ക് തോന്നുന്ന കാര്യം എന്താ? ഇത് കണ്ട ഉടനെ നമുക്ക് തോന്നുന്നത് എന്താ? ദ റൂട്ട്സ് ആർ ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ ക്യാൻ ബി ടേക്കൺ ആസ് ഒമേഗ, ബീറ്റ ക്യാൻ ബി ടേക്കൺ ആസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ -1 ആണ്, അല്ലേ? ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ -1 ആണ്. ഒമേഗ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് 0. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 -1 ആണ്. What is alpha square plus beta square? Alpha square plus beta square will be omega square plus omega square square. It is omega raised to 4. It is omega raised to 4 is omega itself. It's again -1. So you can see that all the values always are -1. എല്ലാം -1 ആണ്. അപ്പം ഇതിൻ്റെ വാല്യൂ ഒക്കെ -1 ആയതുകൊണ്ട് -1 raised to 4 plus -1 raised to 4. എക്സാക്ട്ലി ഇത് തന്നെയാണോ ചോദ്യം എന്ന് അറിയില്ല കേട്ടോ. ഇതുപോലത്തെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാവാറുണ്ട്. എന്താണ് സെറ്റ് പ്ലസ് 1/z സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1/z സെറ്റ് സ്ക്വയർ ക്യൂബ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 = 0 കണ്ട ഉടനെ തന്നെ റൂട്ട്സ് ആർ ഒമേഗ ഒമേഗ സ്ക്വയർ. ഇതേ ചോദ്യത്തിനെ ഇങ്ങനെ വരാം, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ ഒമേഗ മൈനസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ഇത് വേറെ വിധത്തിൽ ചോദിക്കാം കേട്ടോ, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 = 0. കാരണം ഇത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 = 0 ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ അവിടെ റൂട്ട്സ് എന്തൊക്കെയായിരിക്കും? ഒമേഗ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആയിരിക്കും. അതൊക്കെ ഇത് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ തോന്നും. അപ്പോൾ പ്ലസ് എക്സെട്ര എത്ര ടേംസ് ഉണ്ട്? ഒമേഗ റേസ് ടു 25 പ്ലസ് ഒമേഗ റേസ് ടു 25. ഒമേഗ ക്യൂ പ്ലസ് ഒമേഗ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇത് ഓരോ മൂന്നാമത്തെ പ്രാവശ്യം നോക്കൂ, ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിൻ്റെ വാല്യൂ നോക്കൂ ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ ക്യൂബ്. ഇത് 1 ആണ് 1 പ്ലസ് 1 എന്താ 2 raised to 4 is 16. അപ്പം അങ്ങനെ ഓരോ മൂന്നാമത്തെ ടേമും 16 ആണ്. ഓരോ മൂന്നാമത്തെ ടേമും 16 ആണ്. അപ്പോൾ 24 ടേം ഉണ്ട്. 24 ടേം ഉണ്ടാകുമ്പോൾ 8 2 raised to 4 ഉണ്ടാവും, അല്ലേ? 8 16 ഉണ്ടാവും. ഓരോ മൂന്നാമത്തെ ടേമും 16 ആണ്. ആകെ 25 ടേം ഉണ്ട്. കണ്ടോ, 25 നിൽക്കുന്നത്. 25. അപ്പോൾ 25 ആകുമ്പോൾ 24 ആൽഫ റേസ് ടു 24 പ്ലസ് ബീറ്റ റേസ് ടു 24 16 ആണ്. ആൽഫ റേസ് 24 പ്ലസ് ബീറ്റ റേസ് 24 റേസ് ടു 4. ഇവിടെ റേസ് ടു 4 ഉണ്ട് കേട്ടോ. ആൽഫ റേസ് ടു 24 ഇങ്ങനെയാണ് ചോദ്യം. ആൽഫ റേസ് ടു 24 പ്ലസ് ബീറ്റ റേസ് ടു 24 റേസ് ടു 4 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഇതിൻ്റെ വാല്യൂ പണ്ട് ചെയ്ത പോലെ തന്നെ 1 തന്നെയാണ്. അപ്പം 8 2 raised to 4 ഉണ്ടാവും. പിന്നെ ബാക്കി എന്തുണ്ടാവും? അപ്പോൾ 8 ടേം പോയി, 8 ആൾക്കാർ പോയി. 8 ആൾക്കാർ പോയാൽ ആകെ 25 8 ആൾക്കാർ പോയാൽ എത്ര ഉണ്ടാവും? 25 ആൾക്കാരിൽ നിന്ന് 8 ആൾക്കാർ പോയി. 25 8 പോയി. 8 പോയാൽ 17 ആൾക്കാരുണ്ടാവും. അപ്പോൾ പ്ലസ് 17 ഇതാണ് ആൻസർ, റൈറ്റ്? കാരണം ഓരോ മൂന്നാമത്തെ ടേമും 16 ആണ്. അത് നമ്മൾ ഇഷ്ടംപോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ Z² പ്ലസ് Z പ്ലസ് 1 = 0 അല്ലെങ്കിൽ X² പ്ലസ് X പ്ലസ് 1 = 0 ആണെങ്കിൽ ഒമേഗ സ്ക്വയർ ആണ്. ഈ ജാതി ചോദ്യം പ്രതീക്ഷിക്കാം. ആൻസർ വിൽ ബി 17. 16 into 8 it is 6 8s are 48. 8 carry 4 12 17. അപ്പം 5 ബാക്കി 1 145 ആണ് എനിക്ക് കിട്ടിയത്. 145 is the answer.
ഇതന്നെയാണോ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല. അവർ എന്താണ് ഇതിപ്പോൾ സെറ്റ് സ്ക്വയർ, ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഇഫ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ്, ഇഫ് എക്സ് ഇസ് ദ വാല്യൂ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1/x whole raised to 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1/x square whole raised to 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 1/x cube whole raised to 4 ഇങ്ങനെയൊക്കെ ചോദിക്കാം. പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു 25 പ്ലസ് 1/x raised to 25 whole raised to 4. ഇതൊക്കെ ഒരേ ആൻസർ തന്നെയാണ്. റൈറ്റ്. ഇതേ ചോദ്യം മറ്റേ മാറ്റി ചോദിക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 = 0 ചോദിക്കാം. ഓക്കെ, റൈറ്റ്. ഇതൊരു നല്ല ചോദ്യമാണ്. ഇത് പാരബോളയിലുള്ള ചോദ്യമാണ്. ഓക്കെ, ഇത് ഓക്കെ ഉള്ള ചോദ്യമാണ്. പക്ഷേ if O is a vertex of the parabola x square equals 4y, x square equals 4y എന്നുള്ള പാരബോളയാണ്. x square equals 4y എന്നുള്ള പാരബോള വരച്ചു നോക്കാം. ഇതാണ് x square equals 4y. x square equals 4y. The parabola is like this. Vertex ഇങ്ങനെയാണ്, faced upwards ആണ്. Vertex at the origin ആണ്. x square equals 4y. Q is a point on the parabola and C is the O is a vertex. ഇതാണ് O. O പറയുന്ന origin ആണ്. Q is a point on the parabola. അതാണ് Q എന്നുള്ള point on the parabola. C is a locus of the point which divides OQ in the ratio 2:1. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഈ ലൈൻ സെഗ്മെന്റിനെ 2:1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് 2, ഇതാണ് 3. 2:3 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റിന്റെ, അതായത് ഈ പോയിന്റിന്റെ ഇതാണ് P എന്നുള്ള പോയിന്റ്. ലോക്കസ് ഓഫ് P ആണ് C. ലോക്കസ് ഓഫ് P ആണ് C. അപ്പോൾ വാട്ട് ഇസ് ലോക്കസ് ഓഫ് P? അപ്പോൾ P എന്നുള്ള പോയിന്റ് x1 y1 ആയിട്ട് എടുക്കാം. ടേക്ക് ദ പോയിന്റ് P ആസ് x1 y1. ഈ P എന്നുള്ള പോയിന്റ് x1 y1 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സെക്ഷൻ ഫോമിൽ ഉപയോഗിക്കാം. ഈ പോയിന്റ് ഇതിപ്പോൾ x1 y1 ആണ്. ഈ ടേക്ക് ദിസ് പോയിന്റ് x1 y1. ഈ പോയിന്റ് x1 y1 ആണ്. ഈ പോയിന്റ് ഒറിജിൻ ആണ്. അപ്പം ഈ പോയിന്റ് സേ എ ബി ആണെങ്കിൽ വാട്ട് യു ക്യാൻ സേ അബൌട്ട് എ? 2 into a plus 2 into a plus 3 into 0 divided by 2 plus 3. ഇതാണ് x1, right? 2 into a plus 3 into 0 by 2 plus 3 ആണ് x1. സെക്ഷൻ ഫോമിൽ ഉപയോഗിക്കാം. ജസ്റ്റ് mx2 plus nx1 by n plus n. അതേപോലെ 2 into b plus 3 into 0 divided by 5 ആണ്, 3 അല്ല 5. ഇതാണ് y. അപ്പം അതൊന്ന് എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടുമല്ലോ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? അപ്പോൾ യു ക്യാൻ സീ ദ വാല്യൂ ഓഫ് എ ഇസ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? ഇറ്റ് ഇസ് 5x1 by a by 2 and b is 5y1 by 2 അല്ലേ? 5y1 by 2. ഈ പോയിന്റ് ഇതിന് മുകളിലുള്ള പോയിന്റാണ്, ആ പാരബോളയുടെ മുകളിലുള്ള പോയിന്റാണ്. അങ്ങനെയാണ് x1 y1 തമ്മിൽ കണക്ട് ചെയ്യുക. x1 y1 എ ബിൻ്റെ മുകളിലുള്ള പോയിന്റ് ആണല്ലോ. അപ്പോൾ എ ബിൻ്റെ മുകളിലുള്ള പോയിന്റ് ആയതുകൊണ്ട് അത് നിങ്ങൾക്കറിയാം എ സ്ക്വയർ എന്ന് പറയുന്നത് 4b ആയിരിക്കും. കാരണം എ ബി ഇസ് എ പോയിന്റ് ഓൺ ദിസ് പാരബോള. അപ്പോൾ എക്സിന് പകരം എയും വൈക്ക് പകരം ബിയും കൊടുത്താൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് എന്ത് പറയാം, എ സ്ക്വയർ 4b ആയതുകൊണ്ട്, വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? എക്ക് പകരം 5x1 ആണ്. അപ്പോൾ 5x1 by 2 the whole square will be equal to 4 into b. b is 5y1 by 2. ഇത് വെട്ടിക്കളഞ്ഞാൽ എന്താ കിട്ടുക? 5 will go off. അപ്പോൾ 5x1 square 2 ഇവിടെ ഈ 2 വെട്ടിപ്പോവും, ഈ 2 ഇവിടെ 2 ആയിട്ട് വെട്ടിപ്പോവും. ഇവിടെ 4 ഉണ്ടാവും. ഈ 4 അങ്ങോട്ട് കൊണ്ടുപോവാം. 4 ആകുമ്പം 8y1 വരും അല്ലേ? 5x1 square equals 8y1 വരും. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ ലോക്കസ്? അപ്പോൾ സി എന്നുള്ള പോയിന്റ്, സി ഇസ് എ ലോക്കസ്. വാട്ട് ഇസ് സി? ഇറ്റ് ഇസ് 5x square equals 8y. ഇറ്റ്സ് അഗെയിൻ എ പാരബോള. അതിൻ്റെ ലാറ്റർ സെക്ടർ എന്താ ചോദിച്ചാൽ വാട്ട് ഇസ് ആൻസർ? 8/5 അല്ലേ? x square equals 4y, 8/5 ആണ്. കുറച്ചുകൂടി ഉള്ളിലത്തെ പാരബോള 8/5. മറ്റേ 4 അല്ലേ? 8/5 കുറച്ചുകൂടി ചെറുതാണ്. ഇനി എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ കോഡ് ഓഫ് ദാറ്റ് പാരബോള? ഈ പാരബോളയുടെ കോഡാണ്. ഈ പാരബോള ഇങ്ങനെയാണ്.
വേറൊരു പാരബോളയാണ് കേട്ടോ അത്. അവിടെ ഒരു കോഡ് ഉണ്ട്. ഇതിൻ്റെ ഈ കോഡ് മിഡ് പോയിന്റ് എന്താ? ഇതിന് മിഡ് പോയിന്റ് 1,2 ആണെങ്കിൽ ആ കോഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദ്യം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദ കോഡ് ഓഫ് മിഡ് പോയിന്റ് ഇസ് x1 y1? t equals s1 അല്ലേ? t equals s1. വാട്ട് ഇസ് t equals s1? t പറഞ്ഞാൽ ടാൻജൻ്റ് ആണ്. ടാൻജൻ്റ് ആകുമ്പോൾ എന്ത് പറയും? 5 into x1 minus 4 into y plus y1 equal to 5x1 square minus 8y1. ഇതാണ് t equals s1 അല്ലേ? ടാൻജൻ്റ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു കേർവിൽ കൊടുത്തിട്ട് ഇനി ആ x1 പകരം 1ഉം y1 പകരം 2 കൊടുക്കുക. വാട്ട് ദ ഇക്വേഷൻ? ദെർഫോർ ഇക്വേഷൻ ഇസ് 5x minus y1 പകരം 2 കൊടുക്കുക. 4 into y plus 2 is equal to x പകരം 1 കൊടുത്താൽ 5 minus y ക്ക് പകരം കൊടുത്താൽ 16. This simplify the answer. Therefore, answer is 5x minus 4y. ഇവിടെ 8 ഉണ്ടാവും, ഇവിടെ മൈനസ് 11 ഉണ്ടാവും. മൈനസ് 11 കൊടുത്താൽ പ്ലസ് 11 ആയി. 11ഉം പ്ലസ് 11ഉം മൈനസ് 8ഉം പ്ലസ് 11ഉം മൈനസ് 8ഉം 3 അല്ലേ? പ്ലസ് 3 ഈക്വൽസ് 0. ഇതാണ് ഇക്വേഷൻ ഓഫ് കോഡ്. ഇത് വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് ഡൺ ദിസ് ക്വസ്റ്റ്യൻ. സാധാരണ കോണിക്സ് ലേശൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ എന്തായാലും ഇത് ചെയ്യും ഉറപ്പായിട്ടും. ഇത് ഇങ്ങനെ തന്നെയാണോ ചോദ്യം സംശയമുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാം. f(3) ഇതെന്താ വെച്ചാൽ എക്സ്റ്റെൻസ് ടു f(3) തന്നിട്ടുണ്ട്, f'3 തന്നിട്ടുണ്ട്, f''c തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1? ലോൺ നാച്ചുറൽ ലോഗ് ആണ്. f of x plus 2 by f of 3 raised to 18 x minus 2 x minus 1 square. അപ്പോൾ ഇവിടെ ലോഗാണ്, ലോഗ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നോക്കൂ, എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇവിടെ 1 ആവും, അപ്പോൾ f of 3 ആവും. f of 3 18 ആണ്, മുകളിലും താഴെയും 18 വരും. അപ്പോൾ ഇത് 1ലേക്ക് ടെൻഡ് ചെയ്യും, 1 raised to infinity ഫോം ആണ് അല്ലേ? 1 raised to infinity ഫോം ആണ്. അപ്പോൾ ലോഗ്, അപ്പോൾ അതിൻ്റെ ലോഗ് എടുത്താൽ മതി. അപ്പോൾ ഇത് 1 raised to infinity ഫോം ആണ്, റൈറ്റ്? ലോഗ് ആയതുകൊണ്ട് നമുക്ക് ആ ലോഗിനെ ലിമിറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ലോഗ് വേറെ എടുക്കാം, ലോഗ് ഓഫ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ ലിമിറ്റ് എടുത്താൽ മതി. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ? ദിസ് ഇസ് ഓഫ് ദ ഫോം 1 raised to infinity ഫോം. 1 raised to infinity ഫോം ആണെങ്കിൽ എന്താ ചെയ്യാം? ഇത് മാത്രം എടുക്കാം. കൺസിഡർ ദിസ്, ഇത് മാത്രം എടുക്കാം. ലിമിറ്റ് ഓഫ് x tends to 1, f of x plus 2 divided by f of 3 raised to 18 minus x minus 1 square. കണ്ടോ, ഇത് 1 raised to infinity ഫോം ആണ്. 1 raised to infinity ഫോം ആണ്. എന്താ ഫോമുല? ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് e raised to limit x tends to a. എന്താ ഫോമുല? e raised to limit x tends to a f of x minus 1 into g of x. ഇതാണ് 1 raised to infinity ഫോമിൻ്റെ കഥ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ e raised to limit x tends to 1 f of x minus 1. It is f of x plus 2 by f of 3 minus 1 minus f of 3 divided by f of 3 into g of x into 18 by x minus 1 square. ഇനി f of 3യുടെ വാല്യൂ 18 ആണ്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് മാത്രം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇത് മാത്രം. ദിസ് f of x plus 2 minus f of 3 divided by x minus 1 square. Limit x tends to 1. ഇവിടെ x 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 0/0 ഫോം ആണ്. എലോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം. എലോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കുമ്പം വാട്ട് ഇസ് ദാറ്റ്? f'(x plus 2 minus f'(3) ഉണ്ടാവില്ല അല്ലേ? ഡിവൈഡഡ് ബൈ 2 into x minus 1 വരും. ലിമിറ്റ് ഓഫ് x tends to 1. ഇവിടെ x 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 0/0. അഗെയിൻ 0/0 ആണ്. ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
This is limit of x tends to 1, f double dash x plus 2 divided by 2 എന്ന് വരും. ഇനി എക്സ് 1 കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് 3 4 ആണ്, 4/2 വരും. 4/2ൻ്റെ വാല്യൂ 2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇ പവർ 2 ആണ്. ഇ പവർ 2 ആണ്. ആൻസർ ഇസ് log of e power 2. Log of e power 2 is 2 is ആൻസർ. ഇത് ഇങ്ങനെ തന്നെയാണോ ചോദ്യം? ചെറിയൊരു സംശയമുണ്ട്. എന്നാലും 1/∞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 1/∞ ഈ റിസൾട്ട് പഠിക്കാം, എന്തായാലും പഠിക്കുക, മറക്കാതെ പഠിക്കുക. കാരണം ടെൻഡ് ചെയ്യണം കേട്ടോ. 1/∞ 1/∞ ഇല്ല, 1/∞ ആണ് അവർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പർബോള ആൻഡ് എലിപ്സ്. ഇത് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യമാണ് അല്ലേ? എലിപ്സും നമ്മളെപ്പോഴും പറയാറുള്ള ചോദ്യമാണ്. എന്താണ് നമ്മളെപ്പോഴും കൂറ പ്രോബ്ലം എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു എലിപ്സും ഹൈപ്പർബോളയും ഫോഴ്സായി മേർജ് ചെയ്യാം. ഫോഴ്സായി മേർജ് ചെയ്യുമ്പോൾ ഓർത്തോഗോണലാവും. അതായത് കേട്ടോ, ഇവിടെ നമ്മൾ ടാൻജൻസ് വരച്ചാൽ 90 ഡിഗ്രി ആവും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് മുമ്പത്തെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ടാവും. രണ്ട് ഹൊറിസോണ്ടൽ എലിപ്സ് ഹൊറിസോണ്ടൽ ഹൈപ്പർബോളയായിട്ട് മാത്രമേ ഫോഴ്സായി കോയിൻസൈഡ് ചെയ്യുള്ളൂ. ഫോഴ്സായി കോയിൻസൈഡ് ചെയ്യുമ്പോൾ പറയുന്നവരാണ് കൺഫോക്കൽ. കൺഫോക്കലായി ഓട്ടോമാറ്റിക്കലായിട്ട് ആ പോയിന്റ് ഓഫ് റിജക്ഷനിൽ ടാൻജൻസ് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് ഓർത്തോഗോണൽ കൂടി ആയിരിക്കും. എന്താ കണ്ടീഷൻ അറിയോ? എന്താ കണ്ടീഷൻ? a² - b². പ്രൂവ് ചെയ്യുന്നതൊക്കെ സിമ്പിളാണ്. അതായത് +or - c+or - സെയിം ആവാണ്. കാരണം C0 സെയിം ആണ്. സ്മോൾ c ആണ് സ്മോൾ എലിപ്സിൻ്റെ ഫോഴ്സായി വിചാരിക്കാം. മറ്റേത് ഹൈപ്പർബോളയുടെ വെച്ചോളൂ. അപ്പോൾ c² സെയിം ആവും. എന്ന് വെച്ചാൽ c² എന്താ? എലിപ്സിൻ്റെ കേസിൽ a² - b² ആണ്. ഹൈപ്പർബോളയുടെ കേസിലോ a² + b² ആണ്. ഇതാണ് കണ്ടീഷൻ ഫോർ ദ ടു ഫോഴ്സായി ടു മേർജ്, അല്ലെങ്കിൽ ഓർത്തോഗോണൽ ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതിൽ എന്താ ചോദ്യം? ഹൈപ്പർബോളയ്ക്കും എലിപ്സിനും ഒരേ ഫോഴ്സായാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ എലിപ്സിൻ്റെ 36, അപ്പം 36 - 16 ആണ് എന്ത്? ഹൈപ്പർബോളയിലെ a² + b². അപ്പം 36 - 16 20 ആണ്. 20 = a² + b² വരെ എന്ത് എഴുതാം? a² × e² - 1. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിനോട്ട് ദോസ് ഓഫ് ഹൈപ്പർബോള. ഓക്കെ, അപ്പം ഇവിടെ ഈ പറയുന്നത് 5 ആണ്. ഹൈപ്പർബോളയുടെ എക്സ്റ്റൻറ്റ് 5 ആണ്. അപ്പം a² + a² × 5² കൊടുത്താൽ 25 - 1 24 വരും. ഇറ്റ് ഇസ് 25a² വരും. 25a² ആണ് 20. ഓർ a² നിങ്ങൾ ഇതിൻ്റെ നമ്പറിലൊന്നും ശ്രദ്ധിക്കേണ്ട, ആ കൺസെപ്റ്റിൽ മാത്രം ശ്രദ്ധിക്കുക. കാരണം കൺസെപ്റ്റിൽ മാത്രം ശ്രദ്ധിച്ചാൽ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് വിചാരിക്കുന്നത്. കാരണം ഈ പാറ്റേൺ എല്ലാ കഴിഞ്ഞ നിങ്ങൾ ഓർക്കുക, JEE പ്രീവിയസ് മാത്രം ശ്രദ്ധിച്ച് പോവാം. JEE പ്രീവിയസ് മാത്രം പഠിച്ചു പോവാം. കാരണം അതേപോലെ പാറ്റേണിലാണ് ചോദിക്കണം. യു ബി കോൺഫിഡൻറ്റ് കേട്ടോ. a² = 20/25. 20/25 = 4/5 അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4/5. അപ്പോൾ a² is 4/5. a² ഇപ്പോൾ 4/5 ആണെങ്കിൽ b² കൂടി കാണണം. വാട്ട് ഇസ് b²? b² = a². b² = 25a², 24a² അല്ലേ? b² = a² × e² - 1 അല്ലേ? b² is 24a². But this b² = 24 × a². It is 4/5. അതാണ് b². അപ്പോൾ വാട്ട് ഇസ് ലാറ്റസ്റ്റ് സിസ്റ്റം? That system is 2b²/a. It is 2 × b² is the 5/20 ആവും അല്ലേ? 25 20 20 അല്ലേ? 20 divided by a. a is the square root of 4/5. ഇത് വൃത്തിയിലൊന്നും ആക്കണ്ട, നമുക്കറിയില്ല എന്ത് വൃത്തിയിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചില്ല അറിയില്ല. 40 × √5/4. 5/4 വേണമെങ്കിൽ 5/4 2 ആക്കാം. അപ്പോൾ 40 √5 divided by 2 എന്ന് വരാം. ഇസ് 20√2 അല്ല 20√5. നമ്പറിലൊന്നും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, ആ കൺസെപ്റ്റിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഗുഡ് സൈൻ ആണ്. ഓക്കെ, ഇനി ഇതും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ഡൊമെയിൻ റേഞ്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഡൊമെയിൻ റേഞ്ച് പറയുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ വരുമ്പം ഈ സാധനം ക്വാഡ്രാറ്റിക്
ഒരു പ്രത്യേകതരം ക്വാഡ്രാറ്റിക് ആവാം. കാരണം ഇങ്ങനെ ഞാൻ ഇപ്പം ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ സൈൻ ഇൻവേഴ്സ് x² + 2x + 2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എക്സിൻ്റെ വാല്യൂ 1 ആവണം, അല്ലെ -1 ആവണം. കാരണം എന്താ x² + 2x + 2 എന്താ x - 1 x + 1 the whole square +1 ആണ്. ഒറ്റ നിവൃത്തിയേ ഉള്ളൂ, എന്താണ് x -1 ആവണം. വാട്ട്സ് ദ വാല്യൂ ഓഫ് x വെച്ചാൽ x ഷുഡ് ബി -1. കാരണം ഇതിന് മിനിമം വാല്യൂ ആണ് 1, ഇതിന് മാക്സിമം വാല്യൂ ആണ് 1. അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. പക്ഷെ ഇത് അവിടെ ആ പരിപാടി ഇല്ല തോന്നുന്നു. ഇതിൻ്റെ ഡൊമെയിനാണ് ചോദിച്ചത്, ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ എന്താ പഠിക്കേണ്ട, f(x) ഉം g(x) രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിലെ ഡൊമെയിൻ d1 ഡൊമെയിൻ d2 ആണെങ്കിൽ അവിടെ യൂണിയൻ അല്ല ഇന്റർസെക്ഷനാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ യൂണിയൻ അല്ല ഇന്റർസെക്ഷൻ. ദിസ് ഇസ് ഇന്റർസെക്ഷൻ. ഇത് d1 ഉം d2 ആണെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ ഡൊമെയിൻ d1 d2 ആണെങ്കിൽ സമ്മിന്റെ ഡൊമെയിൻ എന്താ d1 ഇന്റർസെക്ഷൻ d2 ആണ്. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ കാണാം, ഇതിന്റെ ഡൊമെയിൻ കാണാം, d1 ഇന്റർസെക്ഷൻ d2 ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ എന്താ, ആദ്യം d2 ആണ്. ഹൗ ടു ഫൈൻഡ് d2? d2 എന്താ 2x² - 3x + 1 -1 ഇനി 1ന്റെ ഇടയിൽ കിടക്കണം എന്ന് വെച്ചാൽ 2x² - 3x ഇതെടുക്കുമ്പം ലെസ് ദാൻ ഈക്വൽ ടു 0 വരണം. ഓർ x into 2x - 3 should be less than equal to 0. Therefore, x should lie between 0 and 3/2. Closed. 0, 3/2. അല്ലേ 0, 3/2. ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴോ, ഇപ്പുറത്തേക്ക് വരുമ്പം 2x² - 3x + 2 is bigger than 0. അല്ലേ 8.1 ബിഗർ ദാൻ 0 എടുത്തു, ഇതിലിട്ട് കൊടുത്താലേ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണ്, ബട്ട് ട്രൂ ഓൾവേസ്. അപ്പോൾ അത് നോക്കേ വേണ്ട, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഒരു കഥ അതാണ്. അപ്പോൾ d2 is, അപ്പോൾ ഇതാണ് d2. അപ്പോൾ d2 is 0, 3/2. ഓക്കെ, നൗ ഗോ ടു വാട്ട്, ഇനി എന്താണ് നമ്മൾ കാണേണ്ടത്? നൗ ഗോ ടു d1. d1 എങ്ങനെയാണ്? 2x - 5 divided by 11x - 7 should lie between -1 and 1. -1ൻ്റെയും 1ൻ്റെ എടുക്കണം, അതൊന്ന് ഡൊമെയിൻ കാണാം. യു ഫൈൻഡ് എ വാല്യൂ ഓഫ് x. അപ്പം ആദ്യം ഇതെടുക്കുക, പിന്നെ ഇതെടുക്കാം. എന്താണ് 2x - 5 divided by 11x - 7 -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരിക്കലും ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, കാരണം അത് പോസിറ്റീവ് നെഗറ്റീവ് അറിയില്ല. അപ്പം ഇറ്റ് ഈസ് 11x വരുമ്പം ഇറ്റ് ഈസ് 2 - 11 is -9 -9x, പിന്നെ -5 + 7 is 2 divided by 11x - 7 is less than or equal to 0. വേണമെങ്കിൽ വൃത്തിയിലാക്കാം. ഇറ്റ് ഈസ് x - 2/9 divided by x - 7/11 is bigger than or equal to 0. ഒരു കഥ കിട്ടി. അപ്പോൾ എന്താവണം? 2/9ൻ്റെയും 7/11ൻ്റെയും പുറത്താവണം. 2/11ൻ്റെയും 7/11ൻ്റെയും പുറത്താവണം. 2/9 7/11. 2/9 is 0.2. 7/11 is 70 ആകുമ്പോൾ 7/11 കുറച്ചുകൂടി വലുതാണ് അല്ലേ. അപ്പോൾ 2/9 is 0.2. 2/9 എന്ന് പറഞ്ഞാൽ 2/9 2/9 0.92 is 18. 0.2 ആണ്. 7/11 എത്രയാ? 7/11. പോയിന്റ് എടുത്താൽ 70. അപ്പം 5 6 ഒക്കെ വരും. അപ്പോൾ എന്തായാലും ഇവിടെയാണ് 7/11. അപ്പോൾ പുറത്താണ്. ഇവിടെ ഓപ്പനാണ്, ഇങ്ങനെയാണ്. ദിസ് ഇസ് ഐഡിയ. ഇനി അപ്പുറത്തേക്ക് വരാം, ലെഫ്റ്റിലേക്ക് വരാം. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താ വരിക? ലെഫ്റ്റിൽ വരുമ്പം ഇപ്പുറത്തേക്ക് എടുക്കുമ്പം എന്താ? 2x - 5. You get 2x - 5. 2x - 5 by 11x - 7 plus 1 is greater than or equal to 0. Simplify ചെയ്യുമ്പം 11 13x. പിന്നെ
2x. ഇവിടെ 7 ഉണ്ടാവും അല്ലേ? സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഫുൾ എഴുതാം. 2x minus 5 plus 11x minus 7 divided by 11x minus 7 is bigger than 0. It is 13x minus 12 divided by 11x minus 7 greater than or equal to 0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? x should lie outside the interval 12 by 13, 7 by 11. അപ്പോൾ 7 by 11 12 by 13 12 by 13 ഇവിടെ ഉണ്ടാവുക. 12 by 13 പുറത്താവണം. 12 by 13 പുറത്താവണം. പിന്നെ B 12 by 13 B 12 by 13 പിന്നെ 7 by 11 7 by 11 പറയണത് ഇവിടെയാണ്. 12 by 13 7 by 11 ഇങ്ങനെയാണ്. അപ്പോൾ 12 by 13 7 by 11 ഇപ്പുറത്ത്. അപ്പോൾ ആൻസർ വിൽ ബി 12 by 13 B ആണ്. അപ്പോൾ ആൻസർ വിൽ ബി A വിൽ ബി 0 0 3 by 2. ഓക്കെ, അപ്പോൾ A 3 by 2 ആണ്. A is 3 by 2 and B is 12 by 13. We'll simplify with 35 12x minus 5 by 11x minus 7 plus 1 is bigger than 0. That is 2x minus 5 plus 11x minus 7 by 11x minus 7 greater than 0. It is 13x minus 12 by 11x minus 7 bigger than 0. This is x minus 12 by 13 divided by x minus 7 by 11 is bigger than 0. ഓ, ഇവിടെ പ്ലസ് ആട്ടോ, മൈനസ് ആം പ്ലസ് 7 by 11. അപ്പോൾ ഫ്രം ദിസ് വാട്ട് യു ഗെറ്റ് 2 by എയുടെ വാല്യൂ. അപ്പോൾ ദിസ് ഇസ് 12 by 13 7 by 11 പുറത്താണ്. അപ്പോൾ ദിസ് ആൻഡ് ദിസ് ആണ്, ഇതും കൂടി വർക്ക് ചെയ്യും. അപ്പോൾ ഇതും കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 12 by 13 ഇപ്പുറത്തുണ്ടാവും, അപ്പുറത്ത് 7 by 11. അപ്പോൾ ഇത് റെഡി ആവില്ലല്ലോ, ബിയുടെ വാല്യൂ കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്പറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് തോന്നും. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡൊമെയിൻ റേഞ്ച് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യം തന്നെയാണിത്. ഇവിടെ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ല. 11 2 ഇതിൻ്റെ വാല്യൂ -1 1 ഇടയിൽ കിടക്കണം. അപ്പം ഇത് +1 ബിഗർ ദാൻ 0. അപ്പം ഇതിൻ്റെ വാല്യൂ 2 മൈനസ് ആകുമ്പം +7 2 വരും. 11x -11x +2 +7 വരും. +7 ആകുമ്പോൾ 2 വരും. 2 by 9. അപ്പം 2 by 9 ഇതിൻ്റെ ഇടയിൽ വരും. ഓക്കെ, വിൽ ഡിസ്കസ് ദിസ്. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ 6 വരും.
Yes, once again, good afternoon. I'm coming with second phase of my discussion in physics. Okay, questions are seems to be easier. That is not beyond the level of the students. They can easily manage it. Now you see the question. Question is from thermal expansion. Two rods of equal length 60 centimeter are joined together, one after the other. Geo. 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 പോയാ ജിയോ ക്വസ്റ്റ്യൻ പോയല്ലോ എന്ത് പറ്റി Okay, once again, good afternoon. First question is from thermal expansion, and especially linear expansions. Two rods are joined end to end. Given that both are of the same length, then alpha, and we have to take the area common. Area is not required at all. Not required. Area not required. Then they are given temperature from 30 degree to 100 degrees centigrade. So total elongation happening to the rods is elongation happening to the rod number 1
less elongation happening to the rod number 2. Thermal expansion, elongation due to heating is given by original length into thermal expansivity into difference of temperature. In second one, L2, L same length, both have same length, alpha 2 into delta theta. Therefore, total change in length I am telling, I can take out L common, delta theta common, alpha 1 plus alpha 2. L is given to be 0.6. Difference of temperature is coming to be 70 degree 30 to alpha 1 plus alpha 2. Alpha 1 is 24 into 10 to the power of minus 6. This is 1.2 into 10 to the power of minus 6. So I can say 24 into 10 to the power of minus 6 plus 1.2 into 10 to the power of minus 5 can be written as 12 into 10 to the power of minus 6. Both we have converted into 10 to the power of minus 6. Now this is coming to be 0.6 into 70 into this is 36 into 10 to the power of minus 6. So we will be working out, this is coming to be 42, 36 into 42. 36 into 42, that is 72, 24, that is 12 plus 1, 12 plus 1, 4, 4. 30, 72, 4, 24, 2 carry, 12, 2, 11, 5, 1 into 10 to the power of minus 6. Therefore, this is coming to be 0.01512. This is the changing length happening. Therefore, new length will be initial length was 2L. Therefore, new length will be 2L plus delta L. So once again, I'll check it. 0.6 is the original length into 70 difference of temperature 24, that is coming to be 36 into 10 to the power of 742 into 36, that is coming correct 0.0152. Total will be how many? This is coming to be in centimeters. So I can make one more thing. This is in meter. When I come to centimeter, it will be 1.512 centimeter. So total will be length I am taking in centimeter, that is 120 plus 1.5126. That is coming to be 121.526. Answer is there. Yes, 120, not 121. 121 is coming. This is 121. Answer is not given over there. Why not? Don't know. 120.152. This is, yes, 1512 into 10 to the power of minus 6. That is, we have to shift 4 places. That is, 4 places. 0.01 is there. Yes. One mistake is there. This is coming to be, we have to shift 4 decimal. 0.01512 meter. That is 0.1512. Exactly correct. Therefore, this is coming to be 120 plus 0.1512. That comes to be 120.15. Okay. Exactly correct answer is there. We go to the next question. Change in internal energy of a gas temperature takes 10 Kelvin. Number of moles in Cp is given, and change in internal energy for any thermodynamical process is given by number of moles into molar specific heat into difference of temperature. Here number of moles is given to be how much? 10 moles. Delta theta is given to be how many? 10 Kelvin.
change by 10 Kelvin, and CV is equal to Cp minus R. That is, Cp is given to be 7 and R is minus 7R. 7 calories, sorry, 7 calories. 7 calories, and the value of R is 2 calories per moles per Kelvin. Therefore, Cv is coming to be 5 calories per mole Kelvin. Therefore, change in internal energy is coming to be number of moles is 10 into molar specific it is 5 into difference of temperature is coming to be 10. Your answer is coming to be 500 calories. And you see, here we are not so particular about the unit system. Here we have taken Cv in terms of calories per mole per Kelvin. Accordingly, your internal energy will be coming, we will be getting internal energy in calories, and we have taken number of moles, and we have taken the difference of temperature in Kelvin. Okay, so we are getting the answer 500 calories. We go to the next question. Mechanical wave strings length L, tension T, having linear density mu1 by mu2 is equal to 1 by 2. Find the ratio of time taken. So, first of all, we have to calculate the ratio of time taken. The wave propagates with a constant speed. Therefore, time taken will be distance divided by speed. Therefore, ratio of the time taken T1 by T2 will be inverse ratio of the speeds. That is, speed of second one divided by speed of first one. That is V2 by V1. V2 by V1. Then speed of transverse waves in a string is given by root of T by mu, where mu is linear mass density. Mu is linear mass density. So automatically we want V2 by V1. V2 by V1 will be coming to be root of mu1 by mu2. T1 by T2 is V2 by V1, and V is root of T is same. It is given that both have same tension. Then automatically V2 by V1 is coming to be mu1 by mu2. Therefore, we can go to this relation. The ratio of the time taken to go from one end to other end will be V2 by V1. That is nothing but root of mu1 by mu2. Mu1 by mu2. Correct? And mu1 by mu2 is given to be 1 by 2. So this is root of 1 by 2. Correct? This is distance by speed. T1 by T2 is V2 by V1. And V is equal to root of T by mu. Therefore, V2 by V1 will be root of mu1 by mu2. Therefore, T1 by T2 is equal to root of V2 by V1, that is mu1 by mu2, that is 1 by root 2. Answer is 1 by root 2. We go to the next question. Here is a graph of potential energy versus position. And we have to calculate the force acting on different parts of the curve. That is during AB, during BC, during CD, during DE. Then we have the relation potential energy and force. F is equal to minus du by dx. And we have drawn a graph between u and x. Since we have drawn a graph between u and x, then du by dx is nothing but slope, negative slope. This is equal to negative slope. Negative slope. Okay. Or first case, force on AB. Force on AB is coming to be, slope means tan theta.
that is minus tan theta 1. Force on BC, that is minus tan theta 2. Force on CD, the graph is parallel to x-axis, therefore slope will be 0. Then force on DE is equal to minus tan theta 3. And it's very openly given. Tan theta 1 is given to be 1. That is, it's minus 1. Minus means the further force is favoring directed towards x or away from x. That's the meaning of that. And tan theta 2, here tan theta 2 is going to be minus half. So this is coming to be plus half. And third one is 0. And last tan theta 2 is 3. This is tan theta 3. This is the correction. Tan theta 3. So look, the tan theta 2 is equal to, how much it is given? Minus 3. And tan theta 3, corrected tan theta 3 as minus or minus plus half. And we have to compare. Compare means here we are interested in the magnitudes of the force. How force is favoring them in the direction of x or opposite direction of x doesn't have a meaning. We are interested in the magnitude part of the force. Magnitude part of the force is maximum 3. 3 is coming. So this is highest. FB is highest. Then comes FAB, second. Then comes FDE. Then last comes FCD. So who is FB is greater, after that FAB, after that FDE, and last is FCD. So this is the correct answer. Highest is FBC. FBC is coming to be 3. Then FAB is coming to be 1. FDE is coming to be half. And FCD is coming to be 0. So this is the correct answer for us. Okay. We go to the next question. And here some lack of clarity is there. Here it is given that you have to make it that charge is kept at the origin. We have to take it like that. Charge kept at the origin is 10 to the power of minus 8 coulomb. That in the question it is not clear. We read it as charge kept at the origin is yes. Now we have 2 points A and B. A's coordinates are 5, 4, 2 root 2. Then B's coordinates are 2, 2, 1. Therefore, distance of the A from the origin, everybody knows easily. 5 square plus 4 square plus 2 root 2 whole square. That comes to be root 49. That is coming to be 7. Unit they didn't mention. Let us take it as 7 centimeter. Anyway, whatever it may be. RB, similarly root of 2 square, 1 square. That comes to be 3 centimeter. Now, potential at A. What is potential at A? 1 by 4 pi epsilon 0 Q divided by RA. That is 9 into 10 to the power of 9 into what is the value of Q? The one producing the potential is 10 to the power of minus 8 divided by the distance is 7 centimeter, means 7 into 10 to the power of minus 2. Similarly, potential of B, similar way, we'll be getting 9 into 10 to the power of 9 into 10 to the power of minus 8 into 3 into 10 to the power of minus 2. Then work done in taking 2 microcoulomb charge. Work done is potential difference. We are taking from A to B. So potential of B minus potential of A into charge we have taken. Potential of B is how much? This is potential of B. This is coming to be 3 by 9 by 3. This is, let us work it out. This is coming to be 3 into, this will go to the numerator.
So this is coming to be 10 to the power of 3. This is coming to be 9 by 7. 9 by 7 into 10 to the power of 2. Therefore, VB by this will be 3 into 10 to the power of 3 minus 9 by 7 into 10 to the power of 3. This is potential difference into charge we are taking. How much charge we are taking? 2 into 10 to the power of minus 6. This is coming to be 21 minus 9. That is equal to 12. 12 by 7 into 10 to the power of 3 into 2 into 10 to the power of minus 6. That is coming to be 24 by 7 into 10 to the power of minus 3 joule. Yes, the answers, this is nearly coming to be 3.5, nearly 3.5 millijoules is coming. 3.53 millijoules is coming. But answer is not matching because our diagram or data is incomplete. That may be the reason we think so. Method of doing is exactly correct. We go to the next question. A satellite is revolving around the planet in orbit of radius r, 1.5 capital R. Additional minimum energy required to transfer the satellite to a new orbit of radius 3r. M is mass and capital M are the. Yes, being a satellite, its total energy means its kinetic energy plus potential energy. That comes to be minus GMM by 2R. This is total energy, just double of the potential energy. We know for a satellite revolving, its total energy is total energy is half of potential energy. Potential energy is a double of total energy, or total energy is half of potential energy. Potential energy of a satellite is what? Minus GMM divided by what? R. So total energy will be half of it. This is the total energy. Now we have to calculate additional minimum energy. That is the work done. Work done is total energy final minus total energy initial. Total energy final position is what? How much it is final position? 3r. Final radius is 3r. Therefore, minus GMM by 2 into r, that is 6r. Minus initial energy, how much? 1.5r. 2 into 1.5r, it will be 3r. This is coming to be minus GMM divided by 3r. So, minus or minus plus, we will be taking out GMM by 3r we have taken out. This is left over is 1 minus 1 by 2. So that's coming to be GMM by 6r. And it is given that this is equal to G capital M small m divided by lambda r. So in place of lambda, who will come? In place of lambda, 6 will come. Lambda is equal to 6. Okay. So once again, point to be noted, this is an orbiting body, satellite. So additional energy means the work done. Work done means the difference of total energy. That is important thing. Total energy. And for a satellite revolving, its total energy is half of the potential energy. Potential energy is minus GMM by small r. Therefore, total energy will be half of it, minus GMM by 2r. Now, what is the work done or minimum energy needed? Difference of total energy. Total energy final minus total energy initial. That is minus GMM by 6r minus GMM by 3r. That comes to be GMM by 6r
and answer is given to be GM1 by lambda r. Comparing, lambda is coming to be 6. Okay, that's all about in this spell. We can have 1 or 2 spells of physics question. Okay, we are trying to bring all the possible physics question to you. Okay, thank you. Ready? Other question? നീ പറഞ്ഞ ചോദ്യം കണ്ടിട്ട് അത് ഞാൻ കണ്ടില്ലപ്പാ. എൻ്റെ സ്ഥലത്ത് കൊണ്ട് Yes. Once again, good evening. We continue our physics questions. Question is there are 2 springs constant. K1 is equal to 20 plus or minus 4 and K2 is equal to 30 plus or minus 0.3 Newton per meter if they are connected in parallel. Now these are arrangement like this. Arrangement is like this. Now they are connected in parallel. In parallel, effective K effective is given by K1 plus K2. Whereas in series, 1 by K is equal to 1 by K1 plus 1 by. It is in parallel. Therefore, this is the effective value. And what is asked? Equivalent spring constant percentage error in the effective spring constants. And K1, it is given in absolute error format like this. 20 plus or minus 0.2. To represent that in percentage error if you want. But here there is no need now. I am keeping K1 is equal to this much in absolute error format. K2 is equal to 30 plus or minus 0.3. Therefore, K effective is given by K1 plus K2. The mean value is operated as per the instructions operated plus add up. Addition K1 plus K2. Therefore, is equal to 50 plus or minus. Mean absolute error part is always added up. There is a rule. Therefore, is equal to 0.5. This is the effective spring constant in absolute error format. But what is asked is the percentage of error. Percentage error. Now, in percentage of error, if we calculate 0.5 by P into 100 equal to 2 equal to 1%. Therefore, the same value can be written as 50 plus or minus 1%. So, our answer is 1%. Okay. Here 1%. Okay. Next question. In Young's double slit experiment setup, a slab of width T is inserted in front of one of the slit. Then the interference pattern shifts by 0.2 centimeter on the screen. If the refractive index of the slab is 1.5 and T is n micrometer, screen distance 50 centimeter and slit separation 1 millimeter, then n is. Now in experimental arrangement, you know, suppose these are the slits and this is the equidistant point. Path difference is 0 here. Or wherever path difference is 0, there is the equidistant point. Now in our experiment, it is given as slab is kept here, thickness T, refractive index mu. Then at once we can say that the equidistant point shifted from here to say, suppose now this is the present equidistant point. So that here it is shifted by y, the distance on the screen, shifted by. And that y accommodate a certain number of bands depending on the path difference. And the path difference from figure you can see that if you draw like this angle is theta, and this is theta, and this is equal to this is d, and therefore d sin theta. So the path difference introduced by this slab when you introduce there,
The additional path difference is equal to d sine theta. Path difference introduced. But from theory, you know, when a slab is introduced, the path difference introduced again is given by this slab is equal to t into mu minus 1. Now equate these two. T into mu minus 1 is equal to d sine theta. Equal to d into sine theta. Sine theta from figure you can see that y by d. So this is our d. Then this is y. Then theta approximately sine theta is equal to y by d. Y by d. Sine theta. Now from this we have to get the answer for t. From here rearranging t is equal to d into y by capital D into mu minus 1. Now d is the separation between the slit. Now it is given the slit separation is equal to 1 millimeter. So it's equal to 1 into 10 raised to minus 3 into y. Shift on the screen. It is given that when it is shifted by 0.2 centimeter on the screen, equal to 0.2 into 10 raised to minus 2 by capital T, the distance from here to here, that is given as 0.5 meter into mu minus 1. Mu is equal to given 1.5. So 1.5 minus 1. This one that is on doing 0.2 into 10 raised to minus 5 by is equal to 1 by 2 into 1 by 2 is equal to 8 into 10 raised to minus 6 meter or 8 micrometers. Therefore comparing is equal to 8 micrometer. So comparing n is equal to 8. The value of n, that is what they asked, and it's found to be 8 by 2. So okay. Next question. Focal length of objective lens and eyepiece are 1.25 centimeter and 5 centimeter, and tube length is 26. Find the magnification of a compound microscope in normal adjustment. Given that focal length of the objective F4 is equal to 1.25, Fe 5 centimeter, and length of the microscope, that is called the tube length. Strictly speaking, it is the distance between the focal point of the objective to focal point of the eyepiece. That's okay. And that is given you as 26. Is the knowledge question? Then what is the magnification in the compound microscope for normal setting? Our formula is equal to L by F4 into D by Fe. Here L 26 by F4 1.25 into D distance least distribution 25. Well, 25. Fe 5. So this is equal to 5. 1.25, the here is 4. 9. And the magnification is equal to 1.4. Okay. So that finishes our questions on this paper, and you can see that tough questions. Only one question we can say found to be tough, and all other questions are manageable. Thank you. See you.
ഹായ് മക്കളെ, വെൽക്കം ടു ദ കെമിസ്ട്രി പാർട്ട് ഡിസ്കഷൻ. ഇന്നത്തെ JEE എക്സാം കെമിസ്ട്രി പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹിയർ വി ഹാവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A compound A treated with hydrogen platinum ഒരു കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പാത്വേയിൽ ഹോട്ട് ആൽക്കലൈൻ KMnO4 ഓക്സിഡേഷൻ ആണ് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് എ ഏത് എന്നാണ് ചോദ്യം അല്ലേ. നോക്കൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടേണ്ടതാണ് എ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ റിങ്ങിനകത്ത് അൺസാച്ചുറേഷൻ ഉണ്ടാവണം. ദർ ഷുഡ് ബി ബെൻസീൻ റിംഗ്. അപ്പോൾ ഇത് ബെൻസീൻ റിംഗ് ആയിരിക്കണം. ഇപ്പുറത്ത് ഒരു അൺസാച്ചുറേഷൻ ഉണ്ടായിരിക്കണം. ഇറ്റ് മേ ബി ഫസ്റ്റ് ചോയ്സ്, ഇറ്റ് കനോട്ട് ബി സെക്കൻഡ് ചോയ്സ്. ഇതൊരിക്കലും വരില്ലല്ലോ. ഇറ്റ് കനോട്ട് ബി തേർഡ് ചോയ്സ്, ഇറ്റ് കനോട്ട് ബി ഫോർത്ത് ചോയ്സ്. ഇതും വരില്ല. നോക്കുക, അപ്പോൾ ബെൻസീൻ റിംഗ് ഉണ്ട്, ബെൻസീൻ റിംഗ് ഉണ്ട്. ഇപ്പുറത്തെ ഈ സൈഡിൽ വന്നിരിക്കുന്ന റിങ്ങിനകത്ത് ഇതിനകത്ത് അൺസാച്ചുറേഷൻ വരണം. ആൻഡ് വി നോ അണ്ടർ നോർമൽ കണ്ടീഷൻ ബെൻസീൻ റിങ്ങിനെ സാച്ചുറേറ്റ് ചെയ്യുക എളുപ്പമല്ല. ഇറ്റ് ഷുഡ് ബി അണ്ടർ എലിവേറ്റഡ് കണ്ടീഷൻ ഓൺലി. അപ്പോൾ ആ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ ആൻസർ ഫസ്റ്റ് ചോയ്സിലേക്ക് പോകാൻ സാധിക്കും. ദിസ് ഷുഡ് ബി ദി ആൻസർ അക്കോർഡിംഗ് ടു ദ കോമ്പിനേഷൻ. ഇനി രണ്ടാമത്തെ പാർട്ടും കൂടെ വേണമെങ്കിൽ കൺഫേം ചെയ്യാമെന്ന് മാത്രം. രണ്ടാമത്തെ പാർട്ട് കൺഫേം ചെയ്യാം. എങ്ങനെ കൺഫേം ചെയ്യാം? നോക്കൂ, ഈ പാർട്ട് വി ഹാവ് എ ബെൻസീൻ റിംഗ് ഓവർ ഹിയർ ആൻഡ് ഇമാജിൻ ദ ആൻസർ ഈസ് ദിസ് വൺ. ഇതാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എ എന്ന് വിചാരിക്കുക. ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ റിയാക്ഷൻ. ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് hot alkaline KMnO4, that is oxidation reaction. Side chain oxidation ആണ്. നോക്കൂ, this is CH2 group and any side chain ഇത് CH2 ആണ്, ഇത് CH2 ആണ്. This will be converted to COOH. This will be converted to COOH. കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നാൽ മാത്രം ഓക്സിഡേഷൻ നടക്കില്ല. വേറെ ഏത് ഗ്രൂപ്പ് വന്നാലും ശരി, മെത്തിൽ ഗ്രൂപ്പ് ആവട്ടെ, എത്തിൽ ഗ്രൂപ്പ് ആവട്ടെ, അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടായാൽ മതി അല്ലേ. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓഫ് ബെൻസീൻ ഗിവിംഗ് ബെൻസോയിക് ആസിഡ്. ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ടായാൽ മതി. സോ ഹിയർ യു ഹാവ് CH2 ഗ്രൂപ്പ്. ഇറ്റ് വിൽ ബി ഓക്സിഡൈസ്ഡ് ടു COOH. അപ്പോൾ ഈ പാർട്ട് COOH ആയി, ഈ പാർട്ടും COOH ആയി, റൈറ്റ്? ഇനി ദിസ് വെൻ ട്രീറ്റഡ് ഫോർ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ, ഇത് റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വേറെ ഏതും അതിൽ വരില്ല കേട്ടോ. വേറെ ഏതും വരില്ല. കാരണം ഇപ്പുറത്ത് ആ ബെൻസീൻ റിംഗ് വരുന്ന ഒരു ചോയ്സും ഇല്ല. നാലാമത്തെ ചോയ്സ് നോക്കിയാൽ പോലും അതിലില്ല കേട്ടോ. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. നോക്കുക, കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ ഈ ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്ത് ഇവിടെ സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. 1. 2, ദിസ് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് താലിക് ആസിഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ CH2 ഉണ്ട്, ഇവിടെ CH2 ഉണ്ട്. ഇനി ഇയാൾ സ്ഥലം വിടും. അതെന്തായിട്ട് മാറും? ദാറ്റ് മേ ബി കൺവേർട്ടഡ് ടു ഓക്സാലിക് ആസിഡ് ഓർ ഗ്ലൈയോക്സാൽ അല്ലേ, റൈറ്റ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം ഒരു ന്യൂമറിക്കൽ ടൈപ്പ് കൈനറ്റിക്സിൽ നിന്നുള്ള ചോദ്യം. ഫോർ 2 chemical reactions A and B, if the difference between their activation energy given 20 kilojoule at 300 Kelvin, R value തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ log K2 by K1 എന്നാണ്. അറീനിയസ് ഇക്വേഷൻ K equal to AE power minus EA by RT and log K equal to log A minus EA by RT എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാലോ, log K2 by K1 എന്ന് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ln K2 by K1 equal to delta EA by RT എന്ന് കിട്ടും. and that will take you to the answer. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. This will be the answer. delta EA by RT എന്ത് വരും ഇവിടെ? ഡെൽറ്റ EA 20 കിലോ ജൂൾസ് ആണ്. ദാറ്റ് ഈസ് 20 into 1000 joules divided by R value 8.314
ഇൻറ്റു 8.3 എടുത്താൽ മതി കിട്ടും ഇൻറ്റു ടെമ്പറേച്ചർ 300. So that is going to be 200 divided by 8.3 into 3. That will be the answer. 200 divided by 8.3 by 3. That will be the answer. It's coming around 8 plus. ഒരു 8 plus 8.05 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. സോ നിയറസ്റ്റ് ഇൻറ്റിജർ ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി റൗണ്ടഡ് ഓഫ് ടു 8. ദാറ്റ് കുഡ് ബി ദ ആൻസർ. റൈറ്റ്. അടുത്ത ചോദ്യം. സൾഫർ എസ്റ്റിമേഷൻ കാരിയസ് മെത്തേഡ് കിട്ടോ. സൾഫർ എസ്റ്റിമേഷൻ 0.7 gram organic compound gave 1 gram barium sulfate in caries method. What is the percentage of sulfur in the compound? Formula അറിയാലോ അല്ലേ? So it is percentage sulfur equal to 32 into weight of barium sulfate into 100 divided by molar mass of barium sulfate 233 into weight of organic compound. So it will be 32 into weight of barium sulfate given 1 gram. So 1 into 100 divided by 233 into weight of organic compound 0.7. This will take you to the answer. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് കമ്മിങ് ആസ് 19.61 എന്ന് വരുന്നുണ്ട് കേട്ടോ. 19.61 ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദാറ്റ് ഫോർമുല പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത്. Given below are two statements. Statement 1, arginine, tryptophan are essential amino acids. Correct statement അല്ലേ? Glycine does not have any chiral carbon. Amino acidsൽ ഒരാൾ മാത്രമാണ് എന്ത് ഇല്ലാത്തത്? കൈറാലിറ്റി ഇല്ലാത്തത് അല്ലേ? അതേതാണ്? ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ ഡസ് നോട്ട് ഹാവ് എനി കൈറൽ കാർബൺ. എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് ഗ്ലൈസിൻ H2N CH2COOH. ഇതൊരു പ്രോ കൈറാൽ സെന്റർ ആണ്. അതിൽ കൈറാലിറ്റി ഇല്ല. ഹൈഡ്രജൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കൈറാലിറ്റി ആയി. അപ്പോൾ വൺ ആൻഡ് ഓൺലി അമിനോ ആസിഡ് അക്കൈറാൽ ആയിട്ടുള്ളത് ഗ്ലൈസിൻ ആണ്. പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഡസ് നോട്ട് എന്നല്ല, ഡസ് നോട്ട് ഹാവ്, രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ ഫസ്റ്റ് ചോയ്സ് അല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്ന ആൻസറിലേക്ക് എത്തും. അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ P വിത്ത് അമോണിയ ഹീറ്റിംഗ്, Q വിത്ത് ബ്രോമിൻ KOH R. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്ട്രക്ചർ ഫോർ PQR എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോയ്സ് P ബെൻസോയിക് ആസിഡ് ആണെന്ന് വിചാരിക്കുക. P ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ വിത്ത് അമോണിയ അപ്പോൺ ഹീറ്റിംഗ് യു ഗെറ്റ് Q ബെൻസാമൈഡ്. അപ്പോൾ ഈ കോമ്പിനേഷൻ കറക്റ്റ് ആണ് കേട്ടോ. ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് അമോണിയ യു ഗെറ്റ് അമോണിയം ബെൻസോയേറ്റ്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യും, യു ഗെറ്റ് ബെൻസാമൈഡ്. അപ്പോൾ ഈ കോമ്പിനേഷൻ കറക്റ്റ് ആണ്. ആൻഡ് ബെൻസാമൈഡ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ KOH യു ഗെറ്റ് അനിലിൻ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. First choice itself is the correct answer. Benzoic acid, this is P, benzoic acid. Benzoic acid treated with ammonia, you get ammonium benzoate. ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you get bensamide. അതാണ് Q. So the reaction is benzoic acid reacting with ammonia. The result will be ammonium benzoate. Ammonium benzoate. ഇത് ഒന്ന് ഹീറ്റ് ചെയ്യുക, there will be expulsion of water, you get bensamide. You get bensamide. അപ്പോൾ ഇത് P ആണെങ്കിൽ ഇത് Q. അപ്പോൾ കോമ്പിനേഷൻ കറക്റ്റ് ആയി. And this is one of the most famous reaction that everybody know. An amide treated with bromine and alkali, Hofmann's degradation reaction, Hofmann's bromamide reaction. This when treated with bromine and KOH, there is Hofmann's degradation reaction and you get a degraded product, that is
അനിലിൻ. എന്താ ചെയ്യേണ്ട മക്കളെ? ഇതെടുത്ത് കളയണം അല്ലെ? CO ഗ്രൂപ്പ് ഔട്ട് ആൻഡ് ദാറ്റ് ഈസ് കോമ്പൗണ്ട് R. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ തന്നെ കറക്റ്റ് ആൻസർ ആണ്. ബെൻസോയിക് ആസിഡ്, ബെൻസമൈഡ്, അനിലിൻ എന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, യു ഹാവ് എ റിയാക്ഷൻ ബെൻസീൻ വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഒന്നാമത്തേത് നൈട്രേഷൻ റിയാക്ഷൻ ആണ്. ദ പ്രോഡക്റ്റ് ഈസ് നൈട്രോബെൻസീൻ. പ്രോഡക്റ്റ് ഈസ് നൈട്രോബെൻസീൻ. This is compound A, nitration reaction. Then it is treated with the tin HCl. ഓർമ്മയുണ്ടല്ലോ അല്ലേ? Reduction ആണ്. Reduction of nitrobenzene. You get aniline. Reduction of nitrobenzene. You get aniline. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ബെൻസീൻ എന്തായിട്ട് മാറി? നൈട്രോബെൻസീൻ ആയിട്ട് മാറി. രണ്ടാമത്തെ റിയാക്ഷൻ ടിൻ വിത്ത് HCl. The product obtained is aniline. Aniline. So compound B is aniline. Now aniline treated with acetic anhydride CS3 COOCOCS3 acetic anhydride. Aniline treated with acetylation. It is protective reaction. You get acetanilide. Compound C is acetanilide. You will be getting NHCOCH3. That is acetanilide. Acetanilide. അതായിരിക്കും കിട്ടുക. റൈറ്റ്. ആൻഡ് ഫർദർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഫോർ നൈട്രേഷൻ. ഐ എം ഷുവർ എല്ലാവരും ഓർക്കുന്നുണ്ടാവണം, അത്രയും പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് റിഗാർഡിങ് പ്രൊട്ടക്റ്റീവ് നൈട്രേഷൻ. പ്രൊട്ടക്റ്റീവ് നൈട്രേഷൻ, ഒരു മോണോ നൈട്രേഷൻ കിട്ടുക. അതുപോലെ തന്നെ ബ്രോമിനേഷനും. പ്രൊട്ടക്റ്റീവ് ബ്രോമിനേഷൻ, പ്രൊട്ടക്റ്റീവ് നൈട്രേഷൻ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രൊട്ടക്ഷൻ, ക്യാരിഡ് ഔട്ട് ബൈ അസൈലേഷൻ. ആദ്യം അനിലീനെ അസൈലേഷൻ നടത്തും, എന്നിട്ട് അസറ്റാനിലൈഡ് ആക്കി മാറ്റും, എന്നിട്ട് നൈട്രേഷൻ നടത്തും. വെൻ യു ഡു ദ നൈട്രേഷൻ, കോമ്പൗണ്ട് ഡി ഈസ് അസറ്റാനിലൈഡിന്റെ പാരാ പൊസിഷനിൽ എന്ത് വരും? NHCOCH3. ദിസ് ഈസ് അസറ്റാനിലൈഡ്. അസറ്റാനിലൈഡിന്റെ പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരും. മോണോ നൈട്രേഷൻ പ്രോഡക്റ്റ് നടത്തും. ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഡി. ആൻഡ് ദാറ്റ് അപ്പോൺ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ അങ്ങ് സ്ഥലം വിടും. ആൻഡ് ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഇ. കോമ്പൗണ്ട് ഇ വിൽ ബി പാരാ നൈട്രോ അനിലീൻ. ഇവിടെ NH2 ഗ്രൂപ്പ് തിരിച്ചു വരും, ഇവിടെ NO2 വിൽ ഫോം. ഇനി എന്താ നമ്മുടെ ചോദ്യം? percentage of nitrogen in E. That is the question. Percentage of nitrogen. ഇതിനകത്തുള്ള നൈട്രജന്റെ പെർസെൻറ്റേജ് ആണ് ചോദ്യം. കണ്ടുപിടിക്കാം. 2 നൈട്രജൻ ഉണ്ട്. സോ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ, 2 നൈട്രജൻ, 2 × 14 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് 138 എന്ന് കിട്ടും. കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ 138. And the answer coming nearly 20% എന്ന് കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. You get nearly 20%. That is the correct answer. I repeat the reaction. ഒന്നാമത്തേത് നോർമൽ ESR റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, നൈട്രേഷൻ ഓഫ് ബെൻസീൻ. യു ഗെറ്റ് നൈട്രോബെൻസീൻ. രണ്ടാമത്തേത് റിഡക്ഷൻ വിത്ത് ടിൻ HCl, പഠിച്ചതാണ്. നൈട്രോബെൻസീൻ റിഡ്യൂസ്ഡ് ടു അനിലീൻ. റൈറ്റ്. അനിലീൻ പ്രിപ്പറേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ പഠിക്കുന്ന റിയാക്ഷൻ ആണ്. നൗ അനിലീൻ ഈസ് ട്രീറ്റഡ് വിത്ത് അസറ്റിക് ആൻഹൈഡ്രൈഡ്. പ്രൊട്ടക്റ്റീവ് നൈട്രേഷനിലേക്കാണ് പോകുന്നത്. വി ഗെറ്റ് അസറ്റാനിലൈഡ്. ഇപ്പൊ എന്തായി? അസറ്റാനിലൈഡ് ആയി മാറിയപ്പോ എന്തായി? ഈ ഇലക്ട്രോൺ പെയറിനെ വിഡ്രോ ചെയ്യുമ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ഗ്രൂപ്പായിട്ട് മാറി. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ഒന്ന് സപ്രസ്ഡ് ആയി. ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നൗ വെൻ യു ഡു ദ നൈട്രേഷൻ യു ഗെറ്റ് മോണോ നൈട്രേഷൻ പ്രോഡക്റ്റ്. റൈറ്റ്. അപ്പൊ എന്ത് കിട്ടി? പാരാ പൊസിഷനിൽ നൈട്രേഷൻ പ്രോഡക്റ്റ് കിട്ടി. ഇനിയോ ഈ ഗ്രൂപ്പിന്റെ ആവശ്യം കഴിഞ്ഞു, കളയാം. അതാണ് പ്രൊട്ടക്റ്റീവ് അസൈലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് പോയി, യു ഗെറ്റ് അമിനോ ഗ്രൂപ്പ് ബാക്ക്. ചോദ്യം എന്തായിരുന്നു? ഇതിനകത്തുള്ള നൈട്രജന്റെ പെർസെൻറ്റേജ് ആണ് ചോദ്യം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 നൈട്രജൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി 2 × 14 × 100 ബൈ മോളാർ മാസ് ഓഫ് ദിസ് കോമ്പൗണ്ട് കമ്മിങ് ഔട്ട് ടു ബി 138 ആൻഡ് ദാറ്റ് ഗിവ്സ് യു ദി ആൻസർ. അടുത്ത ചോദ്യം. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ മാംഗനേറ്റ്
undergo disproportionation. നമ്മൾ മെറ്റീരിയലൊക്കെ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. മാംഗനേറ്റിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ. മാംഗനേറ്റ് undergo disproportionation. MnO4 2- +6 സ്റ്റേറ്റിലാണ് കേട്ടോ. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു MnO4- +7 പോകും, പ്ലസ് MnO2 +4 പോകും. So there will be simultaneous oxidation and reduction. This is oxidation reaction and this is reduction reaction. Right? So +6 ഇലുള്ള manganese oxidized to +7 permanganate and reduced to +4 MnO2. റൈറ്റ്. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വെറൈറ്റി ഓഫ് ന്യൂമറിക്കൽസും ബാലൻസിങ്ങും ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ അല്ലേ. അടുത്തത്, സോ വാട്ട് ഈസ് ദി ആൻസർ ദർ? പെർമാംഗനേറ്റും MnO2, പെർമാംഗനേറ്റും MnO2. ഹിയർ യു ഹാവ് ദി ആൻസർ. ഫസ്റ്റ് ചോയ്സ് യു ഹാവ് പെർമാംഗനേറ്റ് ആൻഡ് MnO2 കേട്ടോ. അടുത്തത്, 80 ml organic compound mixed with 264 ml O2 and ignited. It gives 224 ml of gaseous mixture at NTP. After passing KOH, 64 ml of gas remain. Organic compound is. യൂഡിയോമെട്രിക് ആണ്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. CXHY plus X plus Y/4 oxygen. You get X carbon dioxide plus Y/2 water. That is the balanced stoichiometry. ഇതിൽ ഇവിടെ എടുത്തിരിക്കുന്നത് 80 ml ആണ്. This is 80 ml and this is 264 ml. ഇത് ഇഗ്നൈറ്റ് ചെയ്തു. ഇഗ്നൈറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഗേഷ്യസ് മിക്സർ 224 ml gaseous mixture ആണ്. And please understand the 224 ml gaseous mixture contain ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡും ഇതിൽ ബാക്കിയുള്ള ഓക്സിജനും ആയിരിക്കും. ശരിയല്ലേ മക്കളെ? ഇഗ്നൈറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഗേഷ്യസ് മിക്സറിൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തതുണ്ടാവും, ഓക്സിജൻ ബാക്കിയുള്ളതും ഉണ്ടാവും. റൈറ്റ്. Now that is passed through KOH. ഇത് KOH-ലൂടെ പാസ് ചെയ്തപ്പോൾ 64 ml ബാക്കി കിട്ടി. അപ്പൊ നോക്കൂ, ഇത് KOH-ലൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ when this is passed through KOH, ഇത് KOH-ലൂടെ പാസ് ചെയ്താൽ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യും. KOH will absorb carbon dioxide and remaining oxygen എന്ന് പറയുന്നത് 64 ml ആണ്. That means consumed oxygen എത്രയായിരിക്കും? 264 minus 64, 200 ml ആയിരിക്കും consumed oxygen. റൈറ്റ്. അപ്പോൾ 80 ml ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 264 എടുത്തു, റിമൈനിങ് വന്നത് 64 ആണ്. അപ്പോൾ 200 ml ഇയാളുമായിട്ട് ബേൺ ചെയ്തു. റൈറ്റ്. ഇനി വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഡയോക്സൈഡിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? അതും കണ്ടുപിടിക്കാമല്ലോ. നോക്ക്, കാർബൺ ഡയോക്സൈഡിന്റെ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് 224 minus 64, that is 160. ഇതാണ് കാർബൺ ഡയോക്സൈഡിന്റെ ക്വാണ്ടിറ്റി. നോക്ക്, 224 ml ആണ് ഇവർ രണ്ടുപേരും കൂടെ. ഇതിൽ KOH അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 64 ബാക്കിയായി. അങ്ങനെയാണെങ്കിൽ 224 minus 64, this will be the quantity of carbon dioxide. Right? Now you can get the stoichiometry easily. നോക്ക്, 80 ml ന് 160 ml. So 1 ml ന് 160 by 80, it will be 2. So X equal to 2 എന്ന് കിട്ടും. X equal to 2 എന്ന് കിട്ടും. റൈറ്റ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 80 ml ന് 200, 80 ml ന് 200, അപ്പോൾ 1 ml ന് 200 by 80 and that is equal to X plus Y by 4. X plus Y by 4. Now you can find out what is Y. Y എത്രയാണെന്ന് കണ്ടുപിടിക്കുക. Y calculated out to be Y യും 2 എന്ന് കിട്ടും കേട്ടോ. Y also you are getting 2. You may try here. 2 എന്ന് കിട്ടും. And the answer is X2 Y2. X2 Y2 option 2 is the correct answer. യൂഡിയോമെട്രിയുടെ അതിഗംഭീരമായിട്ടുള്ളൊരു ചോദ്യമാണത്.
റൈറ്റ്? സിമിലർ ക്വസ്റ്റ്യൻ വി ഹാവ് പ്രാക്ടീസ്ഡ്, റൈറ്റ്? പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തെറ്റാൻ ഒരു സാധ്യതയില്ല. യൂഡിയോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ CA+. I hope this is clear. I hope this is clear. ഓക്സിജൻ 264 ml എടുത്തു, ഓക്സിജൻ ബാക്കി വന്നത് 64 ml ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ കൺസ്യൂം ചെയ്തത് 200 ml ആണ്. ഇത് മനസ്സിലാക്കലാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ 224 ആണ് റിമൈനിങ് ഗ്യാസസ്, ഇവർ രണ്ടുപേരും കൂടെ അത് KOH അബ്സോർബ് ചെയ്തപ്പോൾ 64 ബാക്കി വന്നു. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 160. ഈ ഡാറ്റയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാൽക്കുലേഷൻ എളുപ്പമാണ്, കിട്ടും. Coming to this one, consider the following reaction Ca plus 2HCl giving CaCl2 plus H2. Balanced equation ആണ്. We have 14 gram calcium. 14 gram calcium react with excess HCl. Choose the incorrect option എന്നാണ്, കിട്ടും. So number of moles of calcium. 14 divided by 40, you will get a 0.35 mole എന്ന് കിട്ടും. 0.35 mole എന്ന് കിട്ടും. 0.35 അല്ലേ? യെസ്, 0.35 mole എന്ന് കിട്ടും, കിട്ടും. Now mass produced calcium chloride, 1 മോളിന് 1 മോൾ കിട്ടും. അപ്പൊ ഇതും 0.35 മോൾ ആയിരിക്കും. 0.35 ഇൻറ്റു മോളാർ മാസ് ഓഫ് കാൽസ്യം ക്ലോറൈഡ് 71 40 111 കിട്ടും. ദാറ്റ് വിൽ ബി കറക്റ്റ്. ഇത് കറക്റ്റ് ആണ്, കിട്ടും. 38.85. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 38.85 എന്ന് കിട്ടും. ഇത് കറക്റ്റ് ആണ്. ഐ മീൻ ആൻസർ അല്ല, ഇൻകറക്റ്റ് ചോയ്സ് വേണം. അടുത്തത് മോൾസ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് 1 mole will give you 1 mole. This is 0.35 mole. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ഈസ് 0.35 mole. Volume of hydrogen produced at STP 7.84. നോക്കണം, number of moles is 0.35 into 22.4 liters. എന്ത് വരും? 0.35ഉം 22.4ഉം ചെയ്ത് കഴിഞ്ഞാൽ 0.35 and 22.4, it is coming 7.84. ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കണ്ടാൽ തന്നെ അറിയാം ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ, ഇത് ചെയ്യാതെ തന്നെ പറയാൻ സാധിക്കും. സോ 4th ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് കറക്റ്റ് ആൻഡ് ദിസ് ഈസ് റോങ്. ഓക്കെ, അടുത്ത ചോദ്യം. Given below are 2 statements. Statement 1, all the pair of molecules PbO, PbO2, SnO, SnO2, GeO, GeO2 contain amphoteric oxide. ഇത് ആംഫോട്ടറിക് ആണ്, ഇത് ആംഫോട്ടറിക് ആണ്, ഇതാണ്, ഇതല്ല കേട്ടോ. ദിസ് ഈസ് അസിഡിക് ഓക്സൈഡ്. ദിസ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ ഒരെണ്ണം അതിൽ ആംഫോട്ടറിക് അല്ല, അസിഡിക് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. Statement 1 is wrong. Statement 2, AlCl3, BH3, BeH2, NO2 all have incomplete octet. All have incomplete octet. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, പക്ഷെ NCERT-ൽ ഓഡ് ഇലക്ട്രോൺ എന്ന കാറ്റഗറിയിലാണ്. ഡീമെറിറ്റ്സ് ഓഫ്, ഡ്രോബാക്സ് ഓഫ് ഒക്ടറ്റ് റൂളിൽ 3 കാറ്റഗറിയാണ് NCERT-ൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ആ കാറ്റഗറിയിൽ ഇവർ 3 പേരും വന്നിട്ടുണ്ട്. പക്ഷെ ഇയാളെ കൊടുത്തിരിക്കുന്നത് അഫ്കോഴ്സ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. 8 ഇല്ലല്ലോ, അവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺ വരുന്ന സിസ്റ്റമാണ്. നൈട്രജൻ ഓഡ് ഇലക്ട്രോൺ സിസ്റ്റമാണ്, അറിയാലോ. NO2, ദിസ് ഈസ് ദ സ്ട്രക്ചർ. ദിസ് ഈസ് NO2 സ്ട്രക്ചർ വിത്ത് സിംഗിൾ ഇലക്ട്രോൺ. ഓഡ് ഇലക്ട്രോൺ സിസ്റ്റത്തിൽ വരുന്നതാണത്. ഇൻകംപ്ലീറ്റ് ആണ്, ഒക്ടറ്റ് ഇല്ല, സത്യം ശരിയാണത്. പക്ഷെ ഓഡ് ഇലക്ട്രോൺ എന്ന ഒരു 3 കാറ്റഗറി ആയിട്ടാണ് ഡ്രോബാക്സ് ഓഫ് എന്താ പറയുക ഒക്ടറ്റ് റൂള് പറഞ്ഞിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം, എക്സ്പാൻഡഡ് ഒക്ടറ്റ്, റൈറ്റ്. അപ്പൊ ഇത് ശരിക്കും അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് ബുക്ക് 2ാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന ഫസ്റ്റ് കാറ്റഗറിയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാവണം. പിന്നെ ഓഡ് ഇലക്ട്രോൺ ഇൻകംപ്ലീറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ഓഡ് ഇലക്ട്രോണും ഇൻകംപ്ലീറ്റ് തന്നെയാണ്. ഓഡ് ഇലക്ട്രോൺ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് മേ ബി ട്രൂ ഓർ ഫോൾസ്, ഏതാണ് കീ വരിക ഓർ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ചലഞ്ചഡ് എന്ന് പറയാൻ സാധിക്കില്ല. റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ്, ഇത് വരാം. അതല്ല, ഇത് നമ്മൾ ശരിക്കും ടെക്സ്റ്റ് ബുക്കിലെ കാറ്റഗറൈസേഷൻ പരിശോധിച്ചാൽ ഇത് മൂന്നും ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിലാണ്. ഇത് ഓഡ് ഇലക്ട്രോൺ സിസ്റ്റത്തിലാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ഇൻകറക്റ്റ്. ഇത് കീ വരുമോ അതോ ഇത് കീ വരുമോ എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആണ്. നമുക്ക് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഓർ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗെറ്റിംഗ് ചലഞ്ച്ഡ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിലെ കാറ്റഗറൈസേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇനി ഓഡ് ഇലക്ട്രോൺ വരുന്ന അവിടെ, 7 ഇലക്ട്രോൺ സിസ്റ്റം വരുന്ന അവിടെ തീർച്ചയായിട്ടും ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ വരുന്നത് തന്നെയാണ്, സംശയമില്ല. ബട്ട് അക്കോർഡിംഗ് ടു ദ വേ ദ കാറ്റഗറൈസേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, അതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ബിറ്റ്വീൻ ദ ചോയ്സ് ഇൻകറക്റ്റ് ഇതാണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് കറക്റ്റ് അങ്ങനെയാണോ വരിക എന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസൊണൻസ് സ്ട്രക്ചർ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ചോദ്യം. മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. സ്ട്രക്ചർ 1, ദ പോസിറ്റീവ് ചാർജ് ഈസ് ഫാർ അവേ. ഇവിടെ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. ഇത് ലെസ് സ്റ്റേബിൾ ആണ്, കാരണം പോസിറ്റീവ് ചാർജ് അടുത്തടുത്ത് വരുന്നത് ശ്രദ്ധിക്കുക, ഇത് ലെസ് സ്റ്റേബിൾ ആണ്. ഇവിടെയും ലെസ് സ്റ്റേബിൾ ആണ്, പോസിറ്റീവ് ചാർജ് അടുത്തടുത്ത് വരുന്നുണ്ട്. വാട്ട് അബൌട്ട് ദ ഫോർത്ത് ചോയ്സ്? ഫോർത്ത് ചോയ്സിൽ നൈട്രജനിൽ 2+, അതുമല്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഫസ്റ്റ് ചോയ്സ്. ഇതാണ് ആൻസർ കേട്ടോ. വേർ യു ക്യാൻ സി മാക്സിമം ഡബിൾ ബോൺസ് ആർ അവൈലബിൾ ആൻഡ് similar charge is far away. The 2 positive charge is coming far away. I am sure all of you remember similar charge should not come too close, and dissimilar charge, opposite charge, not too going far apart. അതിനൊരു സീരിയൽ ഓർഡർ ഓഫ് അനലൈസിങ് ദ സ്റ്റെബിലിറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്, നോ ചാർജ് സെപ്പറേഷൻ. ഇഫ് ദർ ഇസ് എ ചാർജ് സെപ്പറേഷൻ, മൈനസ് ചാർജ് ഓൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, പ്ലസ് ചാർജ് ഓൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. സിമിലർ ചാർജസ് നോട്ട് ടു ക്ലോസ്, ഓപ്പോസിറ്റ് ചാർജസ് നോട്ട് ടു ഫാർ അപ്പാർട്ട്. അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് ആൻസറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. Okay, so this is the answer. Next, 1 gram AB2 dissolved in 50 gram solvent such that delta TF തന്നിട്ടുണ്ട്. When 1 gram AB dissolved in 50 gram same solvent, delta TF തന്നിട്ടുണ്ട്. Find molar mass of AB2, KF given. എന്തിനാപ്പോ രണ്ടാമത്തെ ഡാറ്റ എന്ന് അറിയില്ല കേട്ടോ. It is delta TF equal to നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഫാക്ടർ വേണ്ട കേട്ടോ. കെ ഇൻറ്റു ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ദാറ്റ് ഈസ് കെ എഫ് എത്രയാ തന്നിട്ടുണ്ട്? 5 ഇൻറ്റു വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെന്റ്. സോ ഇറ്റ് ഈസ് 0.689 ഈക്വൽ ടു 5 ഇൻറ്റു 1 gram 1 into 1000 divided by molar mass of solute into weight of solvent 50 gram. So this is cancelled. So MB equal to 100 divided by 0.689. 100 divided by 0.689. It is coming out to be 145 എന്നാണ് കിട്ടിയത്. ഒന്ന് ചെക്ക് ചെയ്തോളാം. 145, whether you get that or not, please verify. And second part of the question, it seems to be irrelevant in the way the question is presented. We don't know exactly what the exact frame of the question is. ആ കിട്ടിയ ഫ്രെയിമിൽ ആണ് പറയുന്നത്. I think the original question may be bit complicated with this statement also applied in a different way. Maybe അവരുടെ വേറെ എന്തെങ്കിലും ഒരു റേഷ്യോ കണ്ടുപിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണോ അറിയില്ല. ആ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അത് ഇറലവൻ്റ് ആയിട്ട് കിടക്കുന്നു. മേ ബി ദ ഒറിജിനൽ ക്വസ്റ്റ്യൻ വേറൊരു കുറച്ചുകൂടെ ഒരു വെറൈറ്റി പാറ്റേണിൽ ആയിരുന്നിരിക്കാം. മേ ബി ഇഫ് അതർവൈസ് ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ ഒരു ഡാറ്റ മാത്രം മതി. അടുത്ത ചോദ്യം,
Out of the following, how many compounds are tetrahedral geometry? Tetrahedral. This is tetrahedral ammonium ion. It is tetrahedral ammonium ion. This is square planar. XeF4 is square planar. പഠിച്ചിട്ടുണ്ട്. XeF4. It is square planar. അപ്പോൾ ഇതല്ല. NiCl4 is tetrahedral. This is tetrahedral. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. PtCl4 square planar ആണ്. This is square planar. PtCl4. It is square planar. Cupramonium complex again square planar ആണ്. BF3 trigonal planar ആണ് കേട്ടോ. BF3 it is trigonal planar. അപ്പോൾ ഇതാണ്, ഇതല്ല, ഇതാണ്, ഇതല്ല, ഇതല്ല, ഇതല്ല. NiCO4 times. NiCO4 times. Everybody may be remembering it is tetrahedral geometry. NiCO4 times. It is tetrahedral geometry. So the answer should be 3 according to the combinations available. 3 എന്ന ആൻസർ വരണം. ഏതൊക്കെയാ 3? ഇത്, ഇത്, ഇത്. 3. ഓക്കെ, അടുത്ത ചോദ്യം. Consider the following statements. Propanol, propanon are functional isomers. Aldehydes and ketones are functional group isomers. A correct ആണ് കേട്ടോ. A correct ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തു. ബാക്കി ഏത് വേണമെങ്കിലും വരാൻ നോക്കാം. B. Ethoxy ethane, methoxy propane are metamers. Correct അല്ലേ? Ethoxy ethane. This is ethoxy ethane and methoxy propane. They are metamers. There is a difference in hydrocarbon chain on either side of the functional group. They are metamers. അപ്പോൾ B correct ആണ് കേട്ടോ. A correct ആണ്. B correct ആണ്. അടുത്തത് C. But 2-in shows optical isomerism. C തെറ്റാണ്. But 2-in it shows geometrical isomerism, not optical isomerism. C തെറ്റാണ്. C തെറ്റാണ്. We want correct statements. അപ്പോൾ A correct ആണ്, B correct ആണ്, C തെറ്റാണ്. We don't get the answer. D. But 1-in, but 2-in are functional group isomers. But 1-in, but 2-in. They are position isomers. അല്ലേ? Option D. They are position isomers. അപ്പോൾ ഇത് തെറ്റി, ഇത് തെറ്റി. We get the answer. Third choice is the correct answer. A, B, E. E correct statement ആയിരിക്കും. നോക്കാം. Pentane 2,2-dimethyl propane. This is pentane. This is pentane 2,2-dimethyl propane. 2,2-dimethyl propane. This is normal pentane. This is neopentane. They are chain isomers. Option E correct ആണ് കേട്ടോ. അപ്പോൾ A, B, E is the correct answer based on the fundamental aspects of isomerism. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. റൈറ്റ്. അടുത്തത്. 2 statements. When electric discharge is put on hydrogen, it emits discrete frequency in electromagnetic spectrum. പഠിച്ചിട്ടില്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2. ഫ്രീക്വൻസി ഓഫ് ഹീലിയം പ്ലസ് അയോൺ സെക്കൻഡ് ലൈൻ ഓഫ് ബാൽമർ സീരീസ്. സെക്കൻഡ് ലൈൻ ഓഫ് ബാൽമർ സീരീസ് എന്ന് വെച്ചാൽ 3 to 2 ഈസ് ഫസ്റ്റ് ലൈൻ, 4 to 2 ഈസ് സെക്കൻഡ് ലൈൻ. അപ്പൊ ഹീലിയം പ്ലസിന്റെ 4 to 2 ട്രാൻസിഷൻ is equal to first line of Lyman series of hydrogen. ഹൈഡ്രജന്റെ 2 to 1 സെയിം ആണെന്ന്. എക്സാക്ട്ലി ഹൈഡ്രജന്റെ 2 to 1 ഹീലിയം പ്ലസിന്റെ 4 to 2 എക്സാക്ട് ലൈൻ ആയിരിക്കും കേട്ടോ. സോ ഹൈഡ്രജന്റെ ട്രാൻസിഷൻ 2 to 1 ആൻഡ് ഹീലിയം പ്ലസിന്റെ ട്രാൻസിഷൻ ഇറ്റ് വിൽ ബി ഇൻടു atomic number. Atomic number of helium it is 2 times. It will be 4 to 2 transition. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ ഒരു ട്രാൻസിഷൻ അറിയാമെങ്കിൽ വേറൊരു ബോർ ആറ്റത്തിന്റെ സിമിലർ ട്രാൻസിഷൻ കാണാൻ ഇൻടു ഇസഡ് ചെയ്താൽ മതി. പഠിച്ചിട്ടില്ലേ? യെസ്. സോ അതും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ചോയ്സ് ഇസ് ദി ആൻസർ. ഓക്കെ. അടുത്തത്. Which of the following compound is paramagnetic in nature? Paramagnetic. First one, it is diamagnetic. പഠിച്ചിട്ടുണ്ട് കേട്ടോ. This is diamagnetic.
NiCN4, it is diamagnetic. This is the answer. NiCl4 2 minus, that is paramagnetic in nature. It is nickel 2 plus. We have D8S2 configuration. 2 plus nu vechal D8 ആയിരിക്കും. D8 it's going to be like this. This is D8 system. And since chlorine is a weak field ligand, there is no pairing occurs. These two electrons will be available like that, and it will undergo sp3 hybridization. It will undergo sp3 hybridization. 4s orbitalum 4p orbitalum. It will undergo sp3 hybridization, and the system is tetrahedral in the nature, and you have two unpaired electrons available, and hence it is paramagnetic. അതേസമയം ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ വരാം, ബട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് കൊബോൾട്ട് ഇൻ ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വാട്ടർ പോലൊരു വീക്ക് ലിഗാൻഡ് എന്തായിട്ട് വർക്ക് ചെയ്യാം, സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാം, ആൻഡ് ദർ ക്യാൻ ബി പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇതും ഡയ ആയിട്ട് മാറും. ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അടുത്തത് consider the following sequence of reaction. Consider the following sequence of reaction. Here we have C4H8 which is treated with HCl, and we get C4H9Cl. This is A and this is B, and that with ammonia. That with ammonia we get C4H9NH2, and that is C, which is optically active. This is said to be optically active, and that treated with NaNO2HCl, you get C4H9OH, alcohol. We want to know what is ABC enana. What is ABC? Right? Let's have a look at A given 1 butene, 2 butene, 1 butene. അപ്പോൾ A തന്നിരിക്കുന്നത് 1 butene, 2 butene ആണ്. ഓക്കെ, ഫൈൻ. ഇനി B തന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതാ ഇവിടെ സെയിം ആണ്, ഇവിടെയും തന്നിട്ടുണ്ട്. B തന്നിരിക്കുന്നത് ഇവിടെയും 2 butene ആണ്, കിട്ടും. So B given. Now it's about C. C given. C is the vital choice deciding answer in this question. If the question is so presented, C decides the answer, I would say. എന്തുകൊണ്ടാ? C4H9NH2 optically active ആവണം. C4H9NH2 optically active ആവണം. ഇവിടെ നോക്കൂ, ഇത് optically active അല്ല. It is butanamine. Optically active അല്ല. ഇത് അമീനെ അല്ല, ആൽക്കഹോൾ ആണ്. ഓപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, സോറി, ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് അമീൻ വേണം. ഇത് ആൽക്കഹോൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് കട്ട് ചെയ്തു, സെക്കൻഡ് ചോയ്സ് കട്ട് ചെയ്തു, കാരണം സി മാച്ചിങ് അല്ല. ഇവിടെ സി അമീൻ ആണ്, പക്ഷേ ഓപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇവിടെ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ആൽക്കഹോൾ ആണ് തന്നിരിക്കുന്നത്. ഇനി ഓപ്ഷൻ 3, I'm not sure whether the exact question is the same way presented. It seems like there could be some differences in the original question. നോക്കൂ, third choice അല്ല, കാരണം ഇത് optically active ആണ്, but given is alcohol. I don't think the C formula given here, it will be choice represented like this. I don't believe so. Maybe some difference is the original way the question is represented. എന്തായാലും ഇവിടെ ഈ NH2 നോക്കിയാൽ ഓപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് നോക്കിയാൽ ഇതല്ല എന്ന് മനസ്സിലാവും. ആൻഡ് അബൌട്ട് ഫോർത്ത് ചോയ്സ് നോക്കൂ, ഇത് അമീനാണ്, ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ കോമ്പിനേഷൻസ്? ലെറ്റ് us try 2 buteneum, 2 chlorobutanum. Let us try to write whether we get the exact reactions or not. Let this be 2 butene.
This is 2-butene, A എന്ന് വിചാരിക്കുക, according to the fourth choice available. This is treated with HCl. There will be protonation and you get the carbocation, and then it is attacked by the nucleophile and you get the final product, the product like this. This is A and maybe this is B, right? Now this is interacting with the ammonia. The compound will be this one, and that exactly matches the characteristics. C4H9NH2 ആണ്, plus optically active ആണ്. And definitely this is a primary amine. When treated with NaNO2 HCl, when treated with NaNO2 HCl, you will get N2 plus Cl minus, which is unstable, immediately hydrolyzed to alcohol. ഇവിടെ ഒരു ആൽക്കഹോൾ വരുന്നുണ്ടല്ലേ. അപ്പൊ അതൊരു ഈ വരുന്നത് ഒരു പക്ഷേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ചോയ്സ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മേ ബി ദാറ്റ് ഈസ് എ കറക്റ്റ് വേ ഓഫ് റെപ്രസെന്റഡ്. ബട്ട് സി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഡൗട്ട് യു ക്യാൻ ലോഞ്ച് ഇൻ ടു ദി ആൻസർ ആൻഡ് ജസ്റ്റ് നീഡ് ടു വെരിഫൈ വെദർ എ ആൻഡ് ബി ആർ കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, so that's it. That is the questions from the chemistry part, and the discussion will continue. Okay students, good afternoon. നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിസിക്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി നമുക്ക് ബാലൻസ്ഡ് വീറ്റ്സൺ ബ്രിഡ്ജ് ആണ് വരിക, പക്ഷേ ഇവിടെ അൺബാലൻസ്ഡ് വീറ്റ്സൺ ബ്രിഡ്ജ് ആണ്. പക്ഷേ റേഷ്യോ, നിങ്ങൾ റെസിസ്റ്റേഴ്സിൻ്റെ റേഷ്യോ നോക്കും. ഞാനിവിടെ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ 1 ohm 2 ohms, 1 ohm. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കും, ഇതൊരു അൺബാലൻസ്ഡ് വീറ്റ്സൺ ബ്രിഡ്ജ് ആണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഈ ഒരു റേഷ്യോ വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇവിടുത്തെ ആ റെസിസ്റ്റൻസും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ യൂഷ്വലി 5-10 വെച്ചിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് വീറ്റ്സൺ ബ്രിഡ്ജ് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് 7 ohms ആണ് വരിക. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കേസിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ആണ് യൂസ് ചെയ്യുക? നമ്മൾ നോഡൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വൈ ആണെന്ന് അസ്യൂം ചെയ്യും. ഒരു 100 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്താൽ എന്ത് കറണ്ട് ആയിരിക്കും സപ്ലൈഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഈ നോഡൽ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, വി വിൽ കമ്പൈൻ KVL ആൻഡ് KCL. ജംഗ്ഷൻ റൂളും KVLും കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ നോഡൽ അനാലിസിസ്. സോ വാട്ട് വി ഡു ഇസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി algebraic sum of currents at this junction and this junction, and that should be equal to 0 by KCL. So let us assume the potential here is 100. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 എന്നെടുക്കാം. സോ എന്തൊക്കെ കറണ്ടുകളാണ് ഈ ജംഗ്ഷനിലോട്ട് വരുന്നത്? ഓൾജിബ്രൈക് സം എടുക്കാം. അപ്പോൾ എക്സ് മൈനസ് 100 by 1 പ്ലസ് എക്സ് മൈനസ് 0 by 2 plus x minus y by 1. This is equal to 0. This solve ചെയ്താൽ എന്താ കിട്ടുക? ആദ്യത്തെ ഇക്വേഷൻ x plus x by 2 plus x. So we will get 5 by 2x minus y is equal to 100. Similarly, ഈ ജംഗ്ഷനിൽ നമ്മൾ ഇതേ പ്രോസസ്സ് അപ്ലൈ ചെയ്യാം.
So we have y minus 100 by 2 plus y minus 0 by 1 plus y minus x by 1. This is equal to 0. ഇതെന്താ കിട്ടുക? ഇത് അഗെയിൻ നമുക്ക് മൈനസ് എക്സ് പ്ലസ് 5/2y minus x plus 5/2y is equal to 50 എന്ന് വരും. അപ്പോൾ we have two equations, two unknowns. We can solve for the potentials. ഈ എക്സും വൈയും പൊട്ടൻഷ്യൽസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് എക്സ് is equal to say 400/7. ഈ പോയിന്റ് പൊട്ടൻഷ്യൽ 400/7 ആയിരിക്കും. ഈ പോയിന്റ് പൊട്ടൻഷ്യൽ 300/7 ആയിരിക്കും. Okay, you can solve for x and y. So from this, you can actually find out the current. ഈ നമ്മളൊരു 100 വോൾട്ടിൻ്റെ ബാറ്ററി ഇവിടെ വെച്ചാൽ എന്തായിരിക്കും എഫക്റ്റീവായിട്ട് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട്? അത് തന്നെയായിരിക്കും ഈ രണ്ട് ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 ആണ്, റെസിസ്റ്റൻസ് 2 ohms ആണ്. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? ഇവിടുത്തെ കറണ്ട് ഇസ് ഈക്വൽ ടു 400/7 by 2 ohms പ്ലസ് ഇവിടെ നമുക്ക് 300/7 1 ohm. സോ ടോട്ടൽ എന്ത് വരും? 500/7. സോ വാട്ട് ഈസ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഈ ഒരു നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു 100 വോൾട്ട് ബാറ്ററിയിൽ നമ്മൾ ഇമാജിനറി ആയിട്ട് കണക്ട് ചെയ്ത് ആ 100 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ വന്ന കറണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എഫക്റ്റീവായിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RAB is equal to 100/500/7 or 7/5. 7/5 ohms ആണ് ഈ നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസ്. സോ ഇത് നിങ്ങൾ എക്സിവർമയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അവിടെ 5, 10 510ൻ്റെ ഇത് വരുമ്പോൾ ആൻസർ 7 ohms ആണ് വരിക. അപ്പോൾ ഇത് 1/5 ആക്കുമ്പോൾ എല്ലാ ആൻസറും അപ്പോൾ 7/5 എഫക്റ്റീവ് റെസിസ്റ്റൻസ് 7/5 ആവും. ഇത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ നിൽക്കണ്ട. നോഡൽ അനാലിസിസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി 7/5 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. സോ ഇനി നമ്മൾ ഈ സർക്യൂട്ട് നോക്കൂ. ഇതിനകത്ത് ഇവിടെ 9 വോൾട്ട് ആണ് ബാറ്ററി, 1 ohm ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പോലെ തന്നിട്ടുണ്ട്. ഈ എഫക്റ്റീവ് നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസ് എന്തായി? 7/5 ആയി. So what is the total resistance of the circuit? Total resistance of the circuit എന്തായി? 7/5 plus 1, 12/5 ohms ആണ്. So what is the current in the circuit? 9/12/5. So this comes out to be 15/4. ഇതാണ് എഫക്റ്റീവായിട്ട് കറണ്ട്. ഇനി നമ്മളോട് ഹീറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ദിസ് മസ്റ്റ് ബി പ്രോബ്ലി 1 second ആയിരിക്കില്ല, 1 minute ആയിരിക്കും. എന്നാലും നമുക്ക് ആൻസേഴ്സ് മാച്ച് ചെയ്യുള്ളൂ. അപ്പം I²R ചെയ്താൽ മതി. I²R ചെയ്യാം. I²R ചെയ്യാൻ 15/4 ഇൻറ്റു 15/4 ഇൻറ്റു R എഫക്റ്റീവ് നമുക്കറിയാം. R എഫക്റ്റീവ് ഇസ് 7/5 ഇൻറ്റു 60 seconds. 1 minute ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ 1181.25. ഓക്കെ, സോ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്ത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ടല്ലാതെ കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്ത് ദാറ്റ് ടു ഫ്രം ദി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് അങ്ങനെ ചെയ്ത് കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ വി ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ്. 1-2 ക്വസ്റ്റ്യനിലെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് സാറ് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഹലോ മക്കളെ, ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പം സിമ്പിളായിട്ട് ചോദ്യമാണ്, പക്ഷേ ഇതിൽ ഒരു എറർ വന്നു. അപ്പം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വിചാരിച്ചു. സിമ്പിളാണ്, പക്ഷെ ഞാനിവിടെ ഇൻ്റർസെക്ഷൻ വെച്ച് തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ചോദ്യം. ഇവിടെ യൂണിയൻ ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എററൊക്കെ ഉണ്ടാവുക. അതുകൊണ്ടാണ്. അപ്പം ഇതെന്താ വെച്ചാൽ സാധാരണ വരുന്നൊരു ചോദ്യം തന്നെയാണ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ സാധാരണ വരുന്ന ചോദ്യമാണ് ഡൊമെയിൻ. ചിലപ്പോൾ റേഞ്ചും ചോദിക്കാം. ഇവിടെ ഡൊമെയിനാണ് ചോദിച്ചത്. ഡൊമെയിൻ ആകുമ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഇവിടെ എന്താ പറയുക, ഇങ്ങനത്തെ ചോദ്യം, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഇങ്ങനെയാണെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ നോക്കൂ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഇതിൻ്റെ ഉള്ളിൽ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ദിസ് ഇസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ 1 ആണ്. ഇത് 1ൻ്റെയും -1ൻ്റെയും ഇടയിൽ കിടക്കും വേണം അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കും. അപ്പോൾ ഒറ്റ വാല്യൂ ഉള്ളൂ, എക്സിൻ്റെ വാല്യൂ 1 ആവാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണെങ്കിൽ വെറും 1 മാത്രമാണ് സെറ്റ്. 1 മാത്രമേ ഉള്ളൂ. എക്സ് ക്യാൻ ടേക്ക് ഓൺലി ദ വാല്യൂ 1. അത് ഓർക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ക്വാഡ്രാറ്റിക് വന്നുകൊണ്ട് അത് ഓർമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇവിടെ ക്വാഡ്രാറ്റിക് ആകുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, കാരണം ഇവിടെ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവാണ്. കാരണം ഇത് -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുമ്പം എക്സ് ഈ ഭാഗത്ത് നിന്ന് എക്സ് 0ൻ്റെയും 3/2 കിടക്കും. ഇവിടെ ആകുമ്പം ഇങ്ങനെ വരും. അത് ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ട് D2 ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ 0, 3/2 ആണ്. ഇനി ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ 2x - 5 / 11x - 7 -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ, എക്സ് 2/9ൻ്റെയും 7/11ൻ്റെയും പുറത്ത് കിടക്കണം. ഇവിടെ 7/11 ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. 2/9 ക്ലോസ്ഡ് ആണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ, ക്ലോസ്ഡ് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരിക, അതായത് 2x - 5/11 - 7 പ്ലസ് 1 ബിഗർ ദാൻ 0 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നിന്ന് എന്താ കിട്ടുക? വാട്ട് യു ഗെറ്റ് ഫ്രം ദിസ്? ഇവിടുന്ന് എന്താ കിട്ടുക? ഇവിടുന്ന് മൈനസ് നോക്കൂ 12/13 ഇവിടെ ഉണ്ടാവും. ഇവിടെ 7/11 ഉണ്ടാവും. ഇതിൻ്റെ പുറത്ത് കിടക്കാം. ഇതിൻ്റെ പുറത്ത് കിടക്കണം. 12/13 കിടക്കും. ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ആക്ച്വലി ഇതെല്ലാം കൂടി ഒരു ഇൻ്റർവെല്ലിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവാം? എല്ലാം കൂടി ഞാൻ ഒറ്റ ഇൻ്റർവെല്ലിൽ വെക്കുകയാണ്. ഒരൊറ്റ ഇൻ്റർവെല്ലിൽ വെച്ചാൽ ഇതാണ് എക്സ് ആക്സിസ്. ഇതും നടക്കണം. D1 ഇൻ്റർസെക്ഷൻ D2 ആണ് സംഭവം. അപ്പം നോക്കൂ, ഇതാണ് 0, ഇതാണ് 3/2, ഇതാണ് 1, ഇതാണ് 3/2. 0ൻ്റെയും 3/2ൻ്റെയും ഇടയിലാണ് കഥ. പിന്നെ 12/13 എന്ന് പറഞ്ഞാൽ വളരെ 1ൻ്റെ തൊട്ടടുത്താണ്. എവിടെയാണ് 12/13 ഉള്ളത്? 12/13ൻ്റെ അപ്പുറത്താണ്. 12/13 അപ്പുറത്ത് 7/11ൻ്റെ ഇപ്പുറത്തും 7/11ൻ്റെ അപ്പുറത്തും. ഇത് ഇൻ്റർസെക്ഷനാണ്. ആൻഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയും വർക്ക് ചെയ്യണമെങ്കിൽ ഇതും വർക്ക് ചെയ്യണം. 2/9 എന്ന് പറയുമ്പം 2/9 ഇതിന് ഇപ്പുറത്താണ്. 2/9 ഇവിടെയാണ്. അപ്പോൾ എല്ലാം കൂടി നടക്കണമെങ്കിൽ D1 ഇൻ്റർസെക്ഷൻ D2 നടക്കണമെങ്കിൽ എന്താവണം? 0ൻ്റെയും എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? 0ൻ്റെയും 3/2ൻ്റെ ഇടയിൽ കഥ വരണം. 0ൻ്റെയും 2/9ൻ്റെ ഇടയിൽ വേണം അല്ലേ? 0ൻ്റെയും 2/9ൻ്റെ ഇടയിൽ. പിന്നെയോ 12/13ൻ്റെയും 3/2ൻ്റെ ഇടയിൽ. അപ്പോൾ എഫക്റ്റീവ്ലി ദ ഇൻ്റർവെൽ ഇസ് D1 ഇൻ്റർസെക്ഷൻ D2 ഇസ് ദിസ് 0 to 2/9 യൂണിയൻ 12/13 to 3/2. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് 0 to 2/9, അതായത് 0ൻ്റെയും 3/2 ഇടയിൽ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും 7/11ൻ്റെ ഇപ്പുറത്തും 7/11ൻ്റെ അപ്പുറത്തും ആകുമ്പോൾ വർക്ക് ചെയ്യില്ല. 2/9ൻ്റെ ഇപ്പുറത്തും. അപ്പോൾ ആക്ച്വലി 0 2/9 യൂണിയൻ 12/13 B ആണ്. B is 3/2. ഇത് തന്നെയാണ് എക്സാക്ട്ലി ചോദ്യം എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് ഇത് തന്നെയായിട്ട് വിചാരിക്കാം. അപ്പോൾ ഇതാണ് A പറയുന്നത് 2/9 ആണ്, B പറയുന്നത് 3/2 ആണ്. അപ്പോൾ AB എന്തറിയും? A പറയുന്നത് 2/9 ആണ്. അപ്പോൾ 2/9 ഇൻറ്റു B പറഞ്ഞാൽ 3/2 ആണ്. 3/2 ആണ്. അപ്പോൾ ഇത് വെട്ടിപ്പോവും. ഇത് 3 ആവും. 1/3 ആണ്. 1/3 ആണ്. അപ്പോൾ 1/AB വിൽ ബി 3. ഇങ്ങനെയൊന്നും ആവില്ല ചോദ്യം. ആൽഫ ബീറ്റയിൽ ഒന്നിക്കായിരിക്കും ചോദ്യം ഉണ്ടാവുക. അതേപോലെ ബൈനോമിയൽ തിയറത്തിലൊരു ചോദ്യം ചോദിച്ചു. അത് NCERT സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ലെങ്തിയാണ്.
അങ്ങനെ ബൈനോമിയൽ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പം എപ്പോഴും ഓർക്കേണ്ടത് വല്ലാതെ ലെങ്തി ആയിട്ടുള്ള ചോദ്യം ആദ്യം ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മളെ വല്ലാതെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. പിന്നെ ഡൂവബിൾ ക്വസ്റ്റ്യൻസ് 10-15 ഉണ്ട്. സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 15 ചോദ്യം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു 10 എണ്ണം ചെയ്യാൻ പറ്റില്ലോ, 10-12 ചെയ്യാൻ പറ്റില്ലോ, ധാരാളമാണ്. അതുകൊണ്ട് ഇതേ പാറ്റേൺ ആണ്. ഡോണ്ട് ഗോ ഫോർ ബിഗ് ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് NCERT മാത്രം അല്ല, NCERT അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ മാത്രം പാറ്റേൺ നോക്കാം. എന്നിട്ട് അത് നോക്കി പോവാം. ഓക്കെ, അതേപോലത്തെ ചോദ്യം വേണം. കാരണം ഇപ്രാവശ്യം നോക്കൂ, ട്യൂട്ടൻസ് ഫോമിൽ ചോദിച്ചിട്ടില്ല, എന്താണ് റിമൈൻഡർ പ്രോബ്ലം ചോദിച്ചിട്ടില്ല. അങ്ങനെ വളരെ പിന്നെ ആ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷനിൽ വലിയ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇൻ്റഗ്രേഷൻ ഏരിയ അതൊക്കെ വലിയ ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഏരിയ അതൊക്കെ വലിയ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചത്. ഇങ്ങനെ ചോദ്യം ചോദിച്ചു. ഇപ്പം എന്താണ്, ഇങ്ങനെ ഒരു എലിപ്സ് വന്നിട്ട് ഒരു ഇങ്ങനെ സാധനം തന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ സാധനം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഏരിയ, അതായത് y ഈക്വൽസ് മോഡ് എക്സ് ഇങ്ങനെ മോഡ് എക്സ് മൈനസ് വണ്ണും y ഈക്വൽസ് 1 മൈനസ് മോഡ് എക്സ്. ഇതാണ് y ഈക്വൽസ് 1 മൈനസ് മോഡ് എക്സ്. പിന്നെ ഇത് എലിപ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ഏരിയ, അതായത് ഈ ഏരിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. ഈ ഏരിയ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? സിമ്പിൾ അല്ലേ? പൈ AB മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഇത് സ്ക്വയർ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഏരിയ ഈസ് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഓർക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറില്ലേ, ഇപ്പം മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഇസിക്കൽ ടു 1, ഇതൊരു സ്ക്വയർ ആണ്. 2 മോഡ് എക്സ് പ്ലസ് 3 മോഡ് വൈ ഇസിക്കൽ ടു 6 ആണെങ്കിൽ റോംബസ് ആണ്. അപ്പോൾ ആ റോംബസും എലിപ്സും ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാൻ